ഹായ് ഓൾ. നമ്മളിന്ന് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് പീരിയോഡിക് ടേബിളിന്റെ ആ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന ലോ ഏതാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഡോബറൈനറിന്റെ ട്രയാഡ് ആണ് വരുന്നത്. ദെൻ ന്യൂലാൻഡിന്റെ ലോ ഓഫ് ഒക്ടേവ്സ്, ദെൻ ലോദർമയർ ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിരുന്നു. പിന്നീട് വന്നതാണ് മെൻഡലീവിന്റെ പീരിയോഡിക് ലോ, അല്ലേ? അപ്പൊ ഈ പറഞ്ഞ നാലും ബേസ് ചെയ്ത എന്തായിരുന്നു? ആറ്റോമിക് മാസ് റിലേറ്റ് ചെയ്തിട്ടാണ് വന്നതെങ്കിൽ മോസ്റ്റ്ലി ആണെന്ത് ആറ്റോമിക് നമ്പർ വെച്ചിട്ട് പീരിയോഡിക് പ്രോപ്പർട്ടീസ് പറഞ്ഞത്. അതാണ് മോഡേൺ പീരിയോഡിക് ലോ. പിന്നെ ഇന്ന് യൂസ് ചെയ്യുന്നത് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ ആണ്. അത് ശരിക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്ത ആരാണ്? നീൽസ് ബോർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബേസിക് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമുക്ക് എന്തായാലും ഓരോന്ന് ആദ്യം നോക്കിയിട്ട് പീരിയോഡിക് പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ഡോബറൈനറിന്റെ ട്രയാഡ്. ഇവിടെ അദ്ദേഹം യൂസ് ചെയ്തത് എന്താണ്? അദ്ദേഹം 3 എലമെന്റ്സിനെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള 3 എലമെന്റ്സിനെ അദ്ദേഹം ഗ്രൂപ്പ് ചെയ്തു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം. ഓക്കെ, ഇത് മൂന്നിനെ എന്ത് ചെയ്തു? അദ്ദേഹം ഗ്രൂപ്പ് ചെയ്തു. ഇതാണ് അദ്ദേഹത്തിന് ഒരു ട്രയാഡ് വരുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? ഇവിടെ ലിഥിയത്തിന്റെ ആറ്റോമിക് മാസും പൊട്ടാഷ്യത്തിന്റെ ആറ്റോമിക് മാസും കൂട്ടി കഴിഞ്ഞാൽ സെൻട്രലുള്ള ആളുടെ ആറ്റോമിക് മാസ് കിട്ടും. ഓക്കെ, അതായത് ഇതിന്റെ ആവറേജ് എടുത്താൽ മതി. സോ ദ ആറ്റോമിക് മാസ് ഓഫ് മിഡിൽ എലമെന്റ് വാസ് അപ്രോക്സിമേറ്റ്ലി ദ ആവറേജ് ഓഫ് അതർ ടു. ഓക്കെ, അപ്പൊ നമുക്ക് ലിഥിയത്തിന്റെയും പൊട്ടാഷ്യത്തിന്റെയും ആറ്റോമിക് മാസ് അറിയുന്നുണ്ടെങ്കിൽ ഇത് രണ്ടിന്റെയും ആവറേജ് എടുത്താൽ ആരുടെ ആറ്റോമിക് മാസ് കിട്ടും? സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്റെ ട്രയാഡ് വന്നത്. പക്ഷെ ഇത് എല്ലാ എലമെന്റ്സിനും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഒരുപാട് ഡ്രോബാക്സ് വന്നൊരു മോഡലായിരുന്നു എന്ത് ഡോബറൈനറിന്റെ ട്രയാഡ്. നമുക്ക് ഏതായാലും ആ ട്രയാഡിൽ വരുന്ന ജസ്റ്റ് ഒന്ന് രണ്ട് കോമ്പൗണ്ട്സ് നോക്കാം. അപ്പൊ ആൽക്കലി മെറ്റൽ ട്രയാഡിലാണ് എന്ത് ഇപ്പോ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം വരുന്നത്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ലിഥിയത്തിന്റെ ആറ്റോമിക് മാസ് 7 ആണ്, ദെൻ പൊട്ടാഷ്യത്തിൻ്റെത് 39 ആണ്. അപ്പൊ ഇതിന്റെ ആവറേജ് എടുത്ത ഏകദേശം എത്ര വരുന്നത്? ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് 39 46/2, അതായത് 23 വരുന്നത്. ഈ 23 ആറ് ആറ്റോമിക് മാസ് ആണ്? സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ആൽക്കലി എർത്ത് ട്രയാഡ് നോക്കുകയാണെങ്കിൽ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. അപ്പൊ ഇതില് കാൽഷ്യത്തിൻ്റെത് 40ഉം ബേരിയത്തിന്റെ 137 ആണ്. അപ്പൊ ഇതിന്റെ ആവറേജ് ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 88 റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് വരുന്നുണ്ട്. ഇനി അടുത്ത ട്രയാഡ് നോക്കൂ, ഹാലജൻ ട്രയാഡ്. അത് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇതും ഇതിലെ എന്ത് ക്ലോറിന്റെയും അയഡിന്റെയും ആറ്റോമിക് മാസിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബ്രോമിന്റെ ആറ്റോമിക് മാസ് കിട്ടും. ഓക്കെ, കറക്റ്റ് വാല്യൂ, ആക്യുറേറ്റ് വാല്യൂ അല്ല, എന്നാൽ ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഈ 3 ട്രയാഡുകൾ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ്. അപ്പൊ ജസ്റ്റ് ഈ 3 ട്രയാഡുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, ദെൻ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ദെൻ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, അഥവാ ഇനി എക്സാം നിങ്ങൾക്ക് ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഡോബറൈനർ ട്രയാഡ് ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ അല്ലാത്തത് മേ ബി ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് പറയാൻ അറിയണം. അതുകൊണ്ട് ജസ്റ്റ് കൊടുത്തു എന്നുള്ളൂ. ഇനി അടുത്തതാണ് ന്യൂലാൻഡിന്റെ ലോ ഓഫ് ഒക്ടേവ്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അഷ്ടക നിയമം എന്ന് പറയും. ഇവിടെ എന്താണ് അദ്ദേഹം പറയുന്നത്? നമ്മളിപ്പോ ഒരു മ്യൂസിക്കിന്റെ എടുക്കുകയാണെങ്കിൽ സരിഗമ പദ നീ പിന്നെ വീണ്ടും സാധനങ്ങൾ വരുന്നത്. അതായത് അതേപോലെ തന്നെയാണ് എന്ത് ഇവിടെ 8 അല്ലെങ്കിൽ എലമെന്റ്സിനെ ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ അതിൽ 8ാമത് വരുന്നത് എന്തിന് സിമിലർ ആയിട്ടായിരിക്കും? അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്നാമത്തെ ആൾക്ക് സിമിലർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്ത് ന്യൂലാൻഡിന്റെ ലോ ഓഫ് ഒക്ടേവ്സ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ചെയ്ത് നോക്കുകയാണെങ്കിൽ വെൻ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക, നേരത്തെ പറഞ്ഞ ഡോബ്രൈനർ ആണെങ്കിലും ന്യൂലാൻഡ് ആണെങ്കിലും ഇനി പറയാൻ പോകുന്ന ലോദർമയർ ആവട്ടെ അതേപോലെ മെന്റലീവ് ആവട്ടെ, ഇവരൊക്കെ എന്താണ് ആറ്റോമിക് മാസ് വെച്ചിട്ടാണ് എന്ത് ഓരോ പ്രോപ്പർട്ടീസ് പറയുന്നത്. അപ്പൊ ഇവിടെ എലമെന്റ്സിനെ ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ അതില് അദ്ദേഹം നോട്ടീസ് ചെയ്ത കാര്യം എന്താ? എവരി 8th എലമെന്റ് ഹാസ് പ്രോപ്പർട്ടീസ് സിമിലർ ടു ദ ഫസ്റ്റ്. ഓക്കെ, അപ്പം അദ്ദേഹം എന്ത് 1 2 3 4 അങ്ങനെ എലമെന്റ്സിനെ 8 വരെ അല്ലെങ്കിൽ എന്ത് അങ്ങനെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് അറേഞ്ച് ചെയ്തപ്പം ഒന്നാമത്തെ 8ാമത്തെ ആളുടെ എന്ത് പ്രോപ്പർട്ടീസ് സിമിലർ ആയിട്ട് വന്നു. അതേപോലെ 2ാമത്തെയും 10ാമത്തെ ആളത് 9ാമത്തെ ആളത് കറക്റ്റ് ആയിട്ട് വന്നു. 3ഉം 11ഉം അങ്ങനെ കറക്റ്റ് ആയി വന്നു. ഓക്കെ, അപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ഇപ്പൊ നമ്മൾ ലിഥിയവും അതുപോലെ എന്ത് സോഡിയം,
അതേ സിമിലർ പ്രോപ്പർട്ടീസ് അദ്ദേഹത്തിന് കിട്ടി. ദെൻ ബെറിലിയം, മാഗ്നീഷ്യം ഇതേപോലെ എന്ത് ഈ ലോ ഓഫ് ഒക്ടേവ്സ് ഒബേ ചെയ്യുന്നുണ്ട്, കറക്റ്റ് കിട്ടുന്നുണ്ട്. ദെൻ ബോറോണും അലുമിനിയവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ലോ ഓഫ് ഒക്ടേവ്സ് വരുന്നത്. പക്ഷെ ഇത് കാശിത്തിന്റെ അതുവരെ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേസമയം ഹെവിയർ എലമെന്റ്സിന് എന്ത് ഇത് ഫെയിൽ ആയി പോയി. ഓക്കെ, ലോ ഓഫ് ഒക്ടേവ്സ് വാലിഡ് ആകുന്നത് കാൽഷ്യം വരെ മാത്രമേ പറ്റുന്നുള്ളൂ. അതേപോലെ നോബിൾ ഗ്യാസിന്റെ കാര്യം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ ഫ്ലോപ്പ് ആയി പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആകെ ഒരു ചെയ്ത കാര്യം എന്താ ചോദിച്ചാൽ എന്താ, പീരിയോഡിസിറ്റിന്റെ കാര്യം ജസ്റ്റ് ഇവിടെ ഒന്ന് എക്സ്പ്രസ് ചെയ്തു എന്നുള്ളതാണ് അല്ലേ. അതായത് ഒരു പീരിയോഡിസിറ്റി പറഞ്ഞാൽ എന്താ, ഒരു ഇന്റർവെൽ കഴിഞ്ഞാൽ വീണ്ടും ആ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ലിഥിയം കഴിഞ്ഞ് പിന്നെ 8ാമത് വരുന്ന സോഡിയം ആണ്. അപ്പൊ ഇവരുടെ രണ്ടിന്റെയും പ്രോപ്പർട്ടി സെയിം ആയിട്ട് വന്നു. അതേപോലെ ബെറിലിയം കഴിഞ്ഞ് പിന്നെ വീണ്ടും 8ാമത് വരുന്ന ആരാണ്, മാഗ്നീഷ്യം. അതുകൊണ്ട് അപ്പൊ ആ പ്രോപ്പർട്ടീസ് സിമിലർ ആയി വന്നുകൊണ്ടാണ് എന്ത് അദ്ദേഹത്തിന് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ ഇതെന്താണ്, ഫെയിലിയർ ആയിരുന്നു, കാൽഷ്യം വരെ മാത്രമേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഹെവിയർ എലമെന്റ്സിനൊന്നും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ നോബിൾ ഗ്യാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് മൊത്തത്തിൽ ഫ്ലോപ്പ് ആയി പോയി. ഇനി അടുത്ത് നോക്കൂ, അടുത്തതാണ് ലോദർമെയറിന്റെ പീരിയോഡിക് ഗ്രാഫ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആറ്റോമിക് മാസ് വോളിയം കർവ് എന്നൊക്കെ പറയും. എന്തായാലും ഇവിടെ അദ്ദേഹം ഒരു ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. ലോദർമെയറിന്റെ ഗ്രാഫ്, അതിൽ എക്സ് ആക്സും വൈ ആക്സിസും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സ് ആക്സിലാണെങ്കിൽ അദ്ദേഹം ആറ്റോമിക് മാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എക്സ് ആക്സിൽ ആറ്റോമിക് മാസും വൈ ആക്സിസിൽ ആറ്റോമിക് വോളിയാണെന്ത് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. വൈ ആക്സിസിൽ ആറ്റോമിക് വോളിയം, എക്സ് ആക്സിസിൽ ആറ്റോമിക് മാസ്. അപ്പൊ ഇങ്ങനെ എന്ത് അദ്ദേഹം എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്താ, അല്ലെങ്കിൽ ഈ ഒരു ഇത് വെച്ചിട്ട് അദ്ദേഹം ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയത് എന്താണ്, അതേപോലെ തന്നെ ഒരു പീരിയഡ്, ഞാൻ കറക്റ്റ് ആയിട്ട് ഇറക്കുന്നില്ല, ജസ്റ്റ് ഒരു രൂപരേഖ ഇറക്കുകയാണെങ്കിൽ ഏകദേശം എന്ത് ഇങ്ങനെ ഒരു പീരിയോഡിക് ആയിട്ടാണ് എന്ത് അദ്ദേഹത്തിന് ഗ്രാഫ് കിട്ടിയിട്ടുള്ളത്. അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഷേപ്പ് എന്നല്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ വരുന്നത്. എന്തായാലും നിങ്ങൾ ആ ജസ്റ്റ് ഇതിന്റെ ഒരു രൂപം നോക്കിയാൽ മതി, നമുക്ക് ഡെപ്തിലേക്ക് നോക്കണമെന്നില്ല. അപ്പൊ നോക്കുകയാണ് ഒരു കാര്യം മനസ്സിലാണ്, എന്താ ഇവിടെ അദ്ദേഹത്തിന് കിട്ടിയത് എന്താ, ഈ കർവിലെ ഹയസ്റ്റ് പോയിന്റുകൾ ഉണ്ടല്ലോ, ഈ പോയിന്റിലൊക്കെ അദ്ദേഹത്തിന് അത് ഏത് വാല്യൂ ആണ് കറക്റ്റ് ആയിട്ട് കിട്ടിയത്, അത് വരുന്നത് കറസ്പോണ്ട് ടു ആൽക്കലി മെറ്റൽസ്, അതായത് ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം. ഇതിനൊക്കെയാണ് കറക്റ്റ് ആയിട്ട് ഈ അദ്ദേഹത്തിന്റെ ഗ്രാഫിൽ വന്ന ആ ഹയസ്റ്റ് പോയിന്റിന് കിട്ടിയത്. ഓക്കെ, അതേസമയം ഈ ലോവസ്റ്റ് ഭാഗങ്ങളുണ്ടല്ലോ, ഈ ലോവസ്റ്റ് ഭാഗങ്ങൾ വന്നത് ഏത് കറസ്പോണ്ടിങ് ആണ്, ട്രാൻസിഷൻ മെറ്റൽസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വന്നത്. അതായത് നമ്മുടെ സപ്പോസ് അയൺ, നിക്കല്, കോപ്പർ, ഇതിനൊക്കെ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇവിടെ നോക്കേണ്ടത്, ഇവിടെയും ലോദർമെയറിന്റെ ഗ്രാഫ് ആണെങ്കിലും ഇവിടെ എന്താണ് പീരിയോഡിക് റൈസ് ആൻഡ് ഡൗൺ ആണ് ഇവിടെ കാണപ്പെടുന്നത്. ഇവിടെ അദ്ദേഹം വരച്ചത് എന്താണ്, ആറ്റോമിക് വോളിയവും അതുപോലെ ആറ്റോമിക് മാസും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഗ്രാഫ് വരച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഈ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇതാണ് ലോദർമെയറിന്റെ പീരിയോഡിക് ഗ്രാഫ് വരുന്നത്. ഇതും എല്ലാ എലമെന്റ്സിനും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ ഗ്രാഫിൽ ആ ഒരു പീരിയോഡിസിറ്റി അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. ഇനി അടുത്തതാണ് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് മെന്റലീവിന്റെ പീരിയോഡിക് ലോ. ഇത് പ്രകാരമാണെന്ന് അദ്ദേഹം കറക്റ്റ് ഒരു പീരിയോഡിക് ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ശരിക്ക് ആരാണ്, ഫസ്റ്റ് മെന്റലീവ് ആണ്. മറ്റുള്ള ഗ്രാഫ് വരച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് എലമെന്റ്സിനെ ഒന്ന് ക്രോഡീകരിച്ചു എന്നല്ലാണ്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത ആരെയാണ് ഫസ്റ്റ് ആയിട്ട്, മെന്റലീവ് ആണ്. അപ്പൊ മെന്റലീവിന്റെ പീരിയോഡിക് ലോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്താ, ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് മാസ്. ഇതാണ് ഇമ്പോർട്ടന്റ്. ആറ്റോമിക് മാസിന്റെ ഒരു ബേസിസിലാണ് ഇവിടെ എന്ത് അദ്ദേഹത്തിന്റെ എലമെന്റ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് എലമെന്റ്സിന്റെ ഫിസിക്കൽ ആവട്ടെ കെമിക്കൽ ആവട്ടെ പ്രോപ്പർട്ടീസ് എന്തിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, ആറ്റോമിക് മാസിന് പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന മോഡേൺ പീരിയോഡിക് ലോ ആണെങ്കിൽ അവിടെ എന്താണ് വ്യത്യാസം വരുന്നത്, ആറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് എന്ത് അതിന്റെ എലമെന്റ്സിന്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നത്. ജസ്റ്റ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ വരുന്നത്. അപ്പം എന്താണ് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വെൻ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ആറ്റോമിക് മാസ്, എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഒക്കർ അറ്റ് റെഗുലർ ഇന്റർവെൽസ്. ഓക്കെ, അത് ജസ്റ്റ് ആ പീരിയോഡിസിറ്റിന്റെ കാര്യം ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അങ്ങനെ അദ്ദേഹം 63 ആ സമയത്ത് അറിവിൽ ഉണ്ടായിരുന്ന 63 എലമെന്റ്സിനെയാണ് അദ്ദേഹം ഇതേപോലെ അറേഞ്ച് ചെയ്തത്.
അപ്പൊ അങ്ങനെ അദ്ദേഹം അറേഞ്ച് ചെയ്ത് എങ്ങനെയാണ്, ഒരു ടേബിൾ ഉണ്ടാക്കി പറഞ്ഞല്ലോ. അതിൽ 7 പീരീഡ് ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ 8 ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ തുടക്കത്തിൽ 8 ഗ്രൂപ്പ് ആയിരുന്നു. പിന്നെ എന്ത് 0th ഗ്രൂപ്പ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതായത് നോബിൾ ഗ്യാസിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി 0th ഗ്രൂപ്പ് വന്നിരുന്നു. അങ്ങനെ മൊത്തം എന്ത് പറയുകയാണെങ്കിൽ 9 ഗ്രൂപ്പ് ഉണ്ട്. ശരിക്ക് 8 ഗ്രൂപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 1 മുതൽ 7 വരെ ഗ്രൂപ്പുകൾക്ക് എന്ത് സബ് ഗ്രൂപ്പുകളായിട്ട് എയും ബിയും എന്ത് അങ്ങനെ സബ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതായത് 1A 1B 2A 2B അങ്ങനെ ആയിരുന്നു എന്ത് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളുടെ അറേഞ്ച്മെന്റ് വന്നിരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 63 നോൺ എലമെന്റ്സിനെയാണ് ആ സമയത്ത് അദ്ദേഹം ഗ്രൂപ്പായി തിരിച്ചത്. 7 പീരീഡും 8 ഗ്രൂപ്പും പിന്നെ 0th ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞ് നോബിൾ ഗ്യാസിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് 1 മുതൽ 7 വരെ ഗ്രൂപ്പുകൾക്ക് എന്ത് സബ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. എയും ബി എന്ന സബ് ഗ്രൂപ്പുകളായിട്ട് കൊടുത്തിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതേപോലെ ഇതിൽ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് എലമെന്റ് ആയിട്ട് വന്നത് മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിലെ ലാസ്റ്റ് എലമെന്റ് ഏതാണ്? യുറേനിയം ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്ന് സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ. അതായത് എന്താ, ഇവിടെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഏകദേശം ഒരു ബേസിക് പ്രോപ്പർട്ടീസ് ഒക്കെ സിമിലർ ആവുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന് മെയിൻ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് എന്ത്, പ്രഡിക്ഷൻ ഓഫ് ന്യൂ എലമെന്റ്സ്. അതായത് പുതിയ എലമെന്റ്സിനെ അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു. അതുപോലെ അതിന്റെ പ്രോപ്പർട്ടീസ് വരെ കറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ്, അദ്ദേഹം ബോറോണിന്റെ താഴെ ഒരു സ്പേസ് വിട്ടിരുന്നു. അതിന് അദ്ദേഹം എന്ത് ഏക ബോറോൺ എന്നുള്ള ഒരു പേര് ജസ്റ്റ് കൊടുത്തിരുന്നു. പിന്നീടാണ് അത് കണ്ടുപിടിച്ചത് ആ എലമെന്റ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹം ഏക ബോറോൺ എന്ന് വിളിച്ച അല്ലെങ്കിൽ ആ വാക്കന്റ് വിട്ട ആ ഒരു എലമെന്റ് ആണ് ശരിക്കും എന്ത് സ്കാൻഡിയം. അതേപോലെ അലുമിനിയത്തിന്റെ താഴെയാണ് എന്ത് അദ്ദേഹം ജസ്റ്റ് ഒരു സ്പേസ് വിട്ടിരുന്നു, അല്ലെങ്കിൽ എന്താ അവിടെ ഒരു എലമെന്റ് വരാനുണ്ട് പറഞ്ഞിരുന്നു. ആ എലമെന്റ് ആണ് ഗാലിയം. അദ്ദേഹം ഏകാലുമിനിയം എന്ന് വിളിച്ച എലമെന്റ്. ദെൻ അതേപോലെ സിലിക്കന്റെ താഴെ ഒരു സ്പേസ് വിട്ടു, അതാണ് എന്ത് ഏക സിലിക്കൺ എന്ന് വിളിച്ചു. അതാണ് പിന്നീട് കണ്ടുപിടിച്ച ജെർമേനിയം. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ അദ്ദേഹം എന്ത് പുതിയ എലമെന്റ്സിന് വേണ്ടി എന്ത് സ്പേസ് വിട്ടിരുന്നു. അതേപോലെ അതിന്റെ പ്രോപ്പർട്ടീസും ആ കാര്യങ്ങളൊക്കെ എന്ത് അദ്ദേഹം പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു. അതേപോലെ എന്ത് എലമെന്റ്സിനെ നമ്മൾ കണ്ടുപിടിച്ചും ചെയ്തു. അതൊക്കെ ജസ്റ്റ് അതിന്റെ കുറച്ച് മെറിറ്റുകളായിട്ട് പറയാൻ പറ്റും. അടുത്തതാണെങ്കിൽ ചില എലമെന്റുകളുടെ ആറ്റോമിക് മാസ് അദ്ദേഹം എന്ത് ചെയ്തു കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഇപ്പോൾ ബെറിലിയം ആവട്ടെ, ഇന്ത്യ ആവട്ടെ, യുറേനിയം ആവട്ടെ, ഇതിന്റെയൊക്കെ എന്ത് ചെയ്തു ആറ്റോമിക് മാസ് അദ്ദേഹം കറക്റ്റ് മെഷർ ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. ദെൻ അടുത്താണെന്ത് നമുക്കെന്നറിയാം, ഇവിടെ എന്താണ് പീരിയോഡിക് സിറ്റി അല്ലെങ്കിൽ എന്ത് പീരിയോഡിക് അറേഞ്ച്മെന്റ് ആണെന്ത് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി പിന്നെ ഇതിന്റെ ഡ്രോബാക്സ് നിങ്ങൾക്ക് അറിയാലോ. അതായത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൈഡ്രജന് കറക്റ്റ് ഗ്രൂപ്പ് കൊടുത്തിട്ടില്ലായിരുന്നു, കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ ഐസോഡോപ്പിന്റെ കാര്യങ്ങളോ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം തന്നെ ഈ അറേഞ്ച്മെന്റ് ഓർഡർ നടത്തുമ്പോൾ തന്നെ ചിലത് എന്ത് ആറ്റോമിക് മാസിന്റെ ഓർഡർ ആണെങ്കിൽ പോലും ചിലത് മിസ്റ്റേക്ക് ആയിട്ടാണ് എന്തു അദ്ദേഹം അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ഇതിന്റെ ഡീമെറിറ്റ് ആണ്. നിങ്ങൾ എന്തായാലും ആ ബേസിക്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി അടുത്തതാണ് നമ്മുടെ മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോ. ഇതാണ് ഏറ്റവും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പീരിയോഡിക് ലോ വരുന്നത്, മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോ. ഇവിടെ അദ്ദേഹം ഇതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച മെത്തേഡ് എങ്ങനെ ചോദിച്ചാൽ, അദ്ദേഹം എലമെന്റ്സിനെ എന്ത് ചെയ്തു എക്സ്റേ വെച്ച് സ്റ്റഡി ചെയ്തു. അങ്ങനെ അതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഈ മെഷേർഡ് ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് എക്സ്റേസ്. അതായത് അദ്ദേഹം എക്സ്റേസിനെ നമ്മുടെ എലമെന്റ്സിലേക്ക് ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു. അതിൽ നിന്ന് വരുന്ന എമിറ്റഡ് എക്സ്റേസ് അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ ഫ്രീക്വൻസി നോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം എന്താ, സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രീക്വൻസീസ് ഇൻക്രീസ്ഡ് ലീനിയർലി വിത്ത് ദ ആറ്റോമിക് നമ്പർ ഓഫ് ദ എലമെന്റ്. ഓക്കെ, അതായത് ആ എലമെന്റുകളുടെ ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്, ലീനിയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസിയുടെ സ്ക്വയർ റൂട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, ഇസഡ് റൂട്ട് വിക്ക് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ലീനിയർ അറേഞ്ച്മെന്റ് അദ്ദേഹത്തിന് The physical and chemical properties of elements are periodic function of their atomic numbers. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ എന്താണ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത് എങ്ങനെയാണ്, പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് നമ്പേഴ്സിന്റെ
പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. ആറ്റോമിക് മാസ് അല്ല എന്ന് അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. പിന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഈ മോഡേൺ പീരിയോഡിക് ലോയിൽ അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? എത്ര പീരീഡാ? 7 പീരീഡ്, അതുപോലെ 18 ഗ്രൂപ്പുകൾ, 4 ബ്ലോക്കുകൾ അല്ലേ? SPDF അതൊക്കെ നിങ്ങൾക്ക് ബേസിക് അറിയുന്നതാണ്. ഇത്രയും എന്ത് കാര്യങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് ജസ്റ്റ് അതിന്റെ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് യൂസ് ചെയ്യുന്നത് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ ആണ്. നീൽസ് ബോർ ആണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നോക്കി വെക്കുക. അപ്പൊ നോക്കൂ, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ പറഞ്ഞു മൊത്തം 18 ഗ്രൂപ്പുകൾ. ഓക്കെ, ഇതാ 1, 2 അങ്ങനെ മൊത്തം 18 ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇതിൽ ഓരോ ഗ്രൂപ്പിന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്നാമത്തെ ഗ്രൂപ്പാണ് നമ്മുടെ ആൽക്കലി മെറ്റൽസ് ഗ്രൂപ്പ്. ദെൻ രണ്ടാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും. പിന്നെ 3 മുതൽ 12 വരെ ഈ ഗ്രൂപ്പ് ഏതാണ്? ഇതാണ് നമ്മുടെ ഡി ബ്ലോക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സ് വരുന്ന ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് 13ാമത്തെ ഗ്രൂപ്പാണ് ബോറോൺ ഫാമിലി, 14ാമത്തെ കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? നിക്ടോജൻസ് എന്ന് പറയും ഇല്ലേ? നിക്ടോജൻസ്, അതാണ് നൈട്രജൻ ഫാമിലി അല്ലെങ്കിൽ എന്താ നിക്ടോജൻ എന്ന് പറയും. ദെൻ 16ാമത്തെ ഏതാ? ഓക്സിജൻ ഫാമിലി, അതിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെയാണ് നമ്മൾ ചാൽക്കോജൻസ് എന്ന് പറയുന്നത് അല്ലേ? ചാൽക്കോജൻസ് ആണ് ഗ്രൂപ്പ് ഓക്സിജന്റെ ഗ്രൂപ്പ്, അതാണ് ഗ്രൂപ്പ് 16. അങ്ങനെയെങ്കിൽ ഗ്രൂപ്പ് 17 ഏതാ? ഗ്രൂപ്പ് 17 ആണ് നമ്മൾ ഹാലജൻസ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ബേസിക് ആണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് റിവിഷന് വേണ്ടി പറയുന്നുള്ളൂ. 17ാമത്താണ് ഹാലജൻസ്. പിന്നെ 18ാമത്തതാണ് നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ്. ഓക്കെ അല്ലേ? അപ്പൊ പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ എഫ് ബ്ലോക്കിൽ വരുന്ന രണ്ടാളുകളാണ്. ഒന്ന് ഏതാ? നമ്മള് ലാന്തനോയിഡ്സും അതുപോലെ ആക്ടിനോയിഡ്സും. അപ്പൊ ഇങ്ങനെ മൊത്തം എന്തായാലും 18 ഗ്രൂപ്പുകൾ പറഞ്ഞു. ഈ പിന്നെ എത്ര പീരീഡുകളാണ്? പീരീഡുകൾ 7 പീരീഡുകളാണ് ടോട്ടൽ ഉള്ളത്. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പീരീഡിൽ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എലമെന്റ്സ് വരുന്നുണ്ട്? അതിൽ 2 വരുന്നുണ്ട്. 2 പേരാണ് എന്താ ഹൈഡ്രജൻ ഹീലിയം ആണ് ഒന്നാമത്തെ പീരീഡിൽ വരുന്നത്. ഇനി രണ്ടാമത്തേതിലാണെങ്കിലോ? രണ്ടാമത്തേതിലാണെങ്കിൽ നിങ്ങൾക്കറിയാം 2, 4, 6, 8 8 പേരാണ് എന്ത് രണ്ടാമത്തേതിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ പീരീഡിലാണെങ്കിലോ? മൂന്നാമത്തെ പീരീഡിലാണെങ്കിലും 8 എലമെന്റ്സ് വരുന്നുണ്ട്. നാലാമത്തതിൽ 4, 5 എത്ര വരുന്നത്? 4, 5 18 പേരാണ് വരുന്നത്. പിന്നെ 6, 7 ആറാമത്തെ 7ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആളുകളുടെ ടോട്ടൽ എണ്ണം വരുന്നത് 6 32, 7 32 എലമെന്റ്സ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇനി അഥവാ ഓരോ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഓരോ പീരീഡിലെ ടോട്ടൽ എലമെന്റ്സിന്റെ എണ്ണം ചോദിച്ചാൽ ജസ്റ്റ് ഈ ഒരു ഓർഡർ നോക്കിയാൽ മതി. 2, 8, 8, 18, 18, 32, 32. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിൽ 2 പേര്, പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ഗ്രൂപ്പിൽ 8 പേര്, 4, 5 ഗ്രൂപ്പിൽ 18 എലമെന്റ്സ് വരുന്നുണ്ട്. ദെൻ 6, 7 ഗ്രൂപ്പിൽ 6, 7 പീരീഡിൽ നമുക്ക് 32 എലമെന്റ്സ് ഇതാണ് വരുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്നതാണ് എസ് ബ്ലോക്ക് എന്ന് അല്ലേ? ഇതാണ് എസ് ബ്ലോക്ക്. പിന്നെ ഇതാണ് നമ്മുടെ ഡി ബ്ലോക്ക് വരുന്നത്. പിന്നെ 13 മുതൽ 18 വരെ ഇതാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, പിന്നെ ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ഇതാണ് നമ്മുടെ എഫ് ബ്ലോക്ക്. പിന്നെ ഇതിനെ എന്തുകൊണ്ട് എഫ് ബ്ലോക്ക് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് വിളിക്കുന്നു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ സപ്പോസ് എസ് ബ്ലോക്കിന്റെ പ്രോപ്പർട്ടീസ് ബേസിക്കലി പറയുകയാണെങ്കിൽ ഇവിടെ എസ് ബ്ലോക്കിലെ എലമെന്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇതിന്റെ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസ് ഒക്കെ ഏതിലാണ് ഉണ്ടാവുക? എസ് സബ് ഷെല്ലിലാണ് കാണപ്പെടുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ലിഥിയം ആവട്ടെ, സോഡിയം ആവട്ടെ, മഗ്നീഷ്യം ആവട്ടെ, ഇതിന്റെയൊക്കെ വാലൻസ് ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിലായിരിക്കും? എസ്സിലായിരിക്കും ഉണ്ടാവുക. അതേസമയം പിന്നെ വേറൊന്ന്, ഇതിലെ വേറെ പ്രോപ്പർട്ടി എന്താ? എസ് ബ്ലോക്കിലെ എല്ലാ എലമെന്റ്സും. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഹൈഡ്രജൻ അല്ല, ബാക്കി ഈ ലിഥിയം മുതൽ ഈ താഴോട്ടുള്ള ഈ കാണപ്പെടുന്ന ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാണ്? എല്ലാവരും മെറ്റൽസ് ആണ്, അതുപോലെ സോളിഡും ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സും മെറ്റൽസും ആണ്,
സോളിഡ്സും ആണ്. അപ്പൊ ആ കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ ഇതിന്റെ അയണൈസേഷൻ എനർജി എസ് ബ്ലോക്കിലെ എല്ലാവരുടെ അയണൈസേഷൻ എനർജി എന്താണ് പൊതുവെ കുറവാണ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് എന്ത് എസ് ബ്ലോക്കിൽ വരുന്നത്. മെറ്റൽസും സോളിഡ്സ് ആണ് എല്ലാ എലമെന്റ്സും. ദെൻ അയണൈസേഷൻ എനർജി ലോ ആണ്. അതേപോലെ ലാസ്റ്റ് ഇലക്ട്രോൺസ് ഈ രണ്ട് ഗ്രൂപ്പിന്റെ വരുന്ന ഏതിലായിരിക്കും എസ് സബ്ഷെല്ലിലായിരിക്കും വരുന്നത്. ഇനി പി ബ്ലോക്ക് നോക്കൂ. പി ബ്ലോക്ക് ആണെങ്കിൽ നമുക്കറിയാം ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് പി ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നിങ്ങൾക്കറിയാം ഇതിൽ എന്തുണ്ട് മെറ്റൽസ് ഉണ്ട് ഇല്ലേ. മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, ദെൻ മെറ്റലോയിഡ്സ് ഉണ്ട് ഇല്ലേ. ഇപ്പൊ നിങ്ങളിപ്പോ സിലിക്കൺ ജെർമേനിയം അല്ലെ ഇപ്പൊ ഈ നിറത്ത് കൊടുത്തൊക്കെ എന്താണ് മെറ്റലോയിഡ്സ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതേപോലെ പിന്നെ നോൺ മെറ്റൽസ് ഇല്ലേ, ഉണ്ട്. നോൺ മെറ്റൽസ് ആണ് ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് 8 എലമെന്റ്സ് ഒക്കെ എന്താണ് ഗ്യാസുകളാണ്. അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് ഒക്കെ കംപ്ലീറ്റ് ഗ്യാസുകൾ തന്നെയാണ് അല്ലേ, അല്ലെങ്കിൽ നോൺ മെറ്റൽസ് ആണ്. പിന്നെ അത് ശരിക്ക് എത്ര എന്താ പറയാ ഗ്യാസുകൾ ഉണ്ട് അല്ലെങ്കിൽ നോൺ മെറ്റൽസ് ഉണ്ട് പറയൂ. അത് നമുക്കറിയാം, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ടോട്ടല് 118 എലമെന്റ്സിൽ 118ൽ 11 ആളുകൾ ആരാണ് ഗ്യാസ് ആണ്. ഓക്കെ, 11 പേര് ഗ്യാസ് ആണ് വരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ നൈട്രജൻ ആവട്ടെ ഓക്സിജൻ ആവട്ടെ അതൊക്കെ ശരിക്കും തന്നെയാണ് ഗ്യാസുകളായിട്ടാണ് വരുന്നത്. അപ്പൊ എന്തായാലും 11 ഗ്യാസ് ഉണ്ട്. പിന്നെ എത്ര ലിക്വിഡുകൾ ഉണ്ട്? 2 പേരാണ് ലിക്വിഡ് ആയിട്ട് വരുന്നത്. 2 പേരാണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ബ്രോമിനും പിന്നെ നമ്മുടെ മെർക്കുറി. ഓക്കെ, ബ്രോമിനും മെർക്കുറിയാണ് എന്ത് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന ആളുകൾ. അപ്പൊ നിങ്ങളോട് ഞാൻ അഥവാ ചോദിക്കുകയാണ് എന്താ പറയാ പീരിയോഡിക് ടേബിളിലെ നോൺ മെറ്റൽ ആയിട്ടുള്ള ലിക്വിഡ് ആരാണ് ചോദിച്ചത്, അതിന് ആൻസർ എന്ത് വരും? ഇതിൽ നോൺ മെറ്റൽ ആയിട്ടുള്ളത് ആരാണ്? ബ്രോമിൻ ആണ്. ഓക്കെ, പിന്നെ ഞാൻ അതല്ല മെറ്റൽ ആയിട്ടുള്ള ലിക്വിഡ് ഏതാണ് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണ് ചോദിച്ചാൽ അത് ഏതാണ്? മെർക്കുറി ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ബേസിക് നിങ്ങൾ അറിഞ്ഞു വെക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പി ബ്ലോക്കിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്താണ് വരിക? നമുക്കറിയാം പി ബ്ലോക്കിൽ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. അതേപോലെ സോളിഡ് കാണപ്പെടുന്നുണ്ട്, ലിക്വിഡ്, ഗേഷ്യസ് ഫോമിൽ ആളുകൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇലക്ട്രോൺസ് വരുന്നത് എവിടെയായിരിക്കും? പി സബ്ഷെല്ലിലായിരിക്കും വരിക. ഇതും നിങ്ങൾക്ക് അറിയാം. പിന്നെ ഈ എസിനെയും പിനെയും കൂട്ടിയിട്ടാണല്ലോ, എസും പിയും കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അടുത്ത ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാം. ഇനി അടുത്ത ഡി ബ്ലോക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒരു ബേസിക്സ് പറയുകയാണെങ്കിൽ 3 മുതൽ 12 വരെ ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് ഡി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയാറുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്താ? മിക്ക ആളുകളും കളേർഡ് കോമ്പൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി എന്താ? മിക്ക ആളുകൾക്കും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ മെജോറിറ്റി ആളുകളും എങ്ങനെ കാറ്റലിസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊക്കെ അറിഞ്ഞു വെക്കാലോ. പിന്നെ എഫ് ബ്ലോക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സ് അങ്ങനെ 2 പേരുണ്ട്. ഇനി ഇതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലാന്തനോയിഡ്സിലാണെങ്കിൽ ടോട്ടൽ എലമെന്റ്സ് എത്ര വരുന്നുണ്ട്? 14 എലമെന്റ്സ് ആണെന്ത് ലാന്തനോയിഡ്സിലുള്ളത്. അതേപോലെ ആക്ടിനോയിഡ്സിലാണെങ്കിൽ എത്ര? 14 എലമെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? പിന്നെ ഇതിനെ അല്ലെങ്കിൽ ഈ എഫ് ബ്ലോക്കിനെ വിളിക്കുന്ന പേരെന്താ? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ഈ ഡി ബ്ലോക്കിനെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് വിളിക്കാൻ കാരണം എന്താ? നിങ്ങൾക്കറിയാം ഇതിൽ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്താണ്? മെറ്റൽസ് ആണ് അല്ലേ. ഇനി ഇവിടെ ഇങ്ങോട്ട് എത്തുമ്പോൾ പി ബ്ലോക്കിൽ എത്തുമ്പോൾ എന്താ മിക്ക ആളുകളും മെറ്റലുണ്ട്, പിന്നെ എന്ത് മെറ്റലോയിഡ്സിലേക്ക് എത്തും, പിന്നെ നോൺ മെറ്റൽസിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്, മെറ്റലിൽ നിന്ന് നോൺ മെറ്റലിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുകയാണല്ലോ. അതുകൊണ്ടാണ് എന്ത് നമ്മൾ ഈ ഇടയിൽ കിടക്കുന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡി ബ്ലോക്ക് എലമെന്റ്സിനെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ബേസിക്സ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പീരിയോഡിക് പ്രോപ്പർട്ടീസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരിയോഡിക് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാനുള്ളത്? ഒന്ന് ആറ്റോമിക് റേഡിയസ്. ഓക്കെ, അല്ലെങ്കിൽ ആറ്റോമിക് സൈസ് നോക്കാം. അടുത്തത് അയോണിക് റേഡിയസ്, അത് ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. ദെൻ മെറ്റാലിക് ക്യാരക്ടർ, അടുത്തത് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം അറിയാം.
അപ്പൊ ഈ പറഞ്ഞ ആദ്യത്തെ 3 പേരുണ്ടല്ലോ, ആറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ ആറ്റോമിക് സൈസ്, ദെൻ അയോണിക് റേഡിയസ്, മെറ്റാലിക് ക്യാരക്ടർ. ഇത് 3 എന്തായിരിക്കും ഗ്രൂപ്പിലാണെങ്കിലും അതുപോലെ പീരീഡിലാണെങ്കിലൊക്കെ എങ്ങനെയാണ് സെയിം ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ 3 ആൾക്കാരുടെ ഒരേ പ്രോബ്ലം അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എന്താണ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം ഈ ആറ്റോമിക് റേഡിയസ് ആവട്ടെ അയോണിക് റേഡിയസ് ആവട്ടെ, ഇതിന്റെ ഗ്രൂപ്പിൽ ബിഹേവിയർ എന്താണ് വരുന്നത്? നമുക്കറിയാം ആറ്റോമിക് റേഡിയസ് ആണെങ്കിലും അയോണിക് റേഡിയസ് ആണെങ്കിലും മെറ്റാലിക് ക്യാരക്ടർ ആണെങ്കിലും ഗ്രൂപ്പിൽ എങ്ങനെയാണ് വരുന്നത്? ഗ്രൂപ്പിൽ താഴോട്ട് വരുംതോറും അത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഗ്രൂപ്പിൽ എന്ത് പറയുന്നോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് പീരീഡിൽ സംഭവിക്കുക. ഓക്കെ, അപ്പൊ ഒന്ന് ശരിക്കും ഗ്രൂപ്പ് പഠിച്ചാൽ മതി. ഏത് പ്രോപ്പർട്ടി ഗ്രൂപ്പ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് പീരീഡ് എന്ന് അറിഞ്ഞാൽ പിന്നെ എന്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നമുക്ക് പീരീഡ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണല്ലോ പറയാ. അതെങ്ങനെയായിരിക്കും? ഇവിടെ ഗ്രൂപ്പിൽ ഇൻക്രീസിങ് ആണെങ്കിൽ അവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഡിക്രീസിങ് ആണ് വരിക. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞു വെക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ബാക്കി 3 ആളുകളുടെ കറക്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇത് 3ന്റെ ബിഹേവിയർ എങ്ങനെയാ വരിക? ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും എന്ത് സംഭവിക്കുക? ഡിക്രീസിങ് ആണ് സംഭവിക്കുക. അതേസമയം പീരീഡിലാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ഈ പറഞ്ഞ അയണൈസേഷൻ എനർജി ആകട്ടെ ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഈ 3ഉം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് എന്താ ഡീറ്റെയിൽ ആയി നോക്കാം. അപ്പൊ ഈ ഒരു കാര്യം ഈ 3 പേരെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്ന് പഠിച്ചാൽ ബാക്കി നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ കഴിയണം. എക്സാമിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. ഓക്കെ, അത് എന്തുകൊണ്ട് ഈ പീരിയോഡിക് പ്രോപ്പർട്ടി കാണിക്കുന്നു ചോദിച്ചാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഒന്ന് നോക്കുകയാണെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, പിന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഷെൽസ്, അല്ലെങ്കിൽ എത്ര ഷെല്ലുകൾ ഉണ്ട് ആ കാര്യങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷീൽഡിങ്ങും അതുപോലെ സ്ക്രീനിങ് എഫക്റ്റ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആണ്. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ ആണോ ഫുൾ ഫീൽഡ് കോൺഫിഗറേഷൻ ആണോ, അപ്പൊ അതിനനുസരിച്ച് എന്ത് അതിന്റെ പ്രോപ്പർട്ടീസ് വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഈ പീരിയോഡിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആളുകൾ. ഒന്ന് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ദെൻ നമ്പർ ഓഫ് ഷെൽസ്, ദെൻ ഷീൽഡിങ് എഫക്റ്റ്, നാലാമത്തത് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്നാമത്തെ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ആറ്റോമിക് റേഡിയസ്. എന്താണ് ആറ്റോമിക് റേഡിയസ്? ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. അല്ലേ? ഇപ്പൊ നമ്മളിപ്പം എടുക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ആറ്റം, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണിത്, ഇത് ഷെല്ല്, ഔട്ടർ ഷെല്ല് ഇതാണെങ്കിൽ നമ്മൾ എന്ത് ഈ സെന്റർ ന്യൂക്ലിയസിന് സെന്റർ മുതൽ ഔട്ടർ ഷെല്ല് വരെയുള്ള ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? ആറ്റോമിക് റേഡിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെയാണ് പറയൂ? നമുക്കറിയാം പീരീഡിലാണെങ്കിൽ അത് ഡിക്രീസ് ചെയ്യും. പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യും. അപ്പൊ ഡിക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും അവിടെ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടിയ മീൻസ് എന്താ? അവിടെ ഇലക്ട്രോൺസ് വളരെ നന്നായിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ പുൾ ചെയ്യും. ഓക്കെ, അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അവ ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ സൈസ് ഇലക്ട്രോൺസിന് നന്നായിട്ട് ഉള്ളിലോട്ട് ന്യൂക്ലിയസ് പുൾ ചെയ്യും. അപ്പോൾ സൈസ് ആറ്റമിക് സൈസ് കുറയാണ് ചെയ്യുക. ആറ്റമിക് സൈസ് കുറയാൻ മീൻസ് എന്താ? അവിടെ ആറ്റമിക് റേഡിയസ് കുറഞ്ഞു എന്നാണല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് പീരീഡിൽ ലെഫ്റ്റിന് റൈറ്റിലോട്ട് പോകും തോറും ആറ്റമിക് റേഡിയസ് അല്ലെങ്കിൽ ആറ്റമിക് സൈസ് കുറയാനുള്ള റീസൺ. ഇനി ഗ്രൂപ്പിലാണെങ്കിലോ? ഗ്രൂപ്പിലാണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും ആറ്റമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതിന്റെ റീസൺ എന്താ? ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ ഷെല്ലുകളുടെ എണ്ണം. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുക അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഗ്രൂപ്പ് എടുക്കാം. ഇപ്പൊ ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. അതില് നിങ്ങളിപ്പോ അതാ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ഇപ്പൊ നിങ്ങൾ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ദെൻ ഫ്രാൻഷ്യം. അപ്പൊ ഇതാണല്ലോ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ്. അത് നിങ്ങളിപ്പോ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ സൈസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ആറ്റമിക് റേഡിയസ് കൂടുതലായിരിക്കാണ്. ഇവിടെ സീഷ്യം അല്ലെങ്കിൽ ഫ്രാൻഷ്യത്തിനൊക്കെയാണ് അല്ലേ? അപ്പൊ മുകളിൽ നിന്ന് താഴോട്ട് വരും തോറും ഇവിടെ ആറ്റമിക് റേഡിയസ് അല്ലെങ്കിൽ ആറ്റമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇൻക്രീസ് ചെയ്യാൻ റീസൺ എന്താണ്? ഇവിടെയൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ നോക്കൂ, ഇവിടെ ലിഥിയത്തിന്റെ കേസ് ആണെങ്കിൽ അവിടെ ഷെല്ല് എത്രയാണ്?
2 ഷെല്ലേ കാണപ്പെടുന്നുള്ളൂ അല്ലേ? ദെൻ സോഡിയത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് 3 ഷെല്ല് കാണപ്പെടുന്നുണ്ട്, പൊട്ടാഷ്യത്തിലാണെങ്കിൽ 4 ഷെല്ല് കാണപ്പെടുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ, ഇവിടെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല, താഴോട്ട് വരുന്തോറും നമ്പർ ഓഫ് ഷെൽസ് കൂടും. അപ്പൊ ഷെല്ലുകളുടെ എണ്ണം കൂടുക പറഞ്ഞാൽ നോക്കുക കണ്ടോ, ഇവിടെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്തോറും ഇവിടെ എന്താണ് സൈസ് കൂടുതൽ ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതാണ് ആ റീസൺ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അതിന്റെ ഇൻക്രീസിങ് ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. അപ്പൊ ഏറ്റവും ലാർജസ്റ്റ് വരുന്നത് ആരാണ്? ലാർജസ്റ്റ് വരുന്നത് ഗ്രൂപ്പിലാണ് എങ്കിൽ ലാർജസ്റ്റ് വരുന്നത് ആരാണ്? സീഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഫ്രാൻഷ്യം ആണ് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി പീരീഡിലാണ് അറേഞ്ച് ചെയ്തതെങ്കിലോ, പീരീഡിലാണെങ്കിൽ നമ്മൾ ക്രമത്തിൽ ഇപ്പൊ ലിഥിയം, പിന്നെ ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, ഇതാണല്ലോ നമ്മുടെ സെക്കൻഡ് പീരീഡ് വരുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്കറിയാം പീരീഡിലാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് അല്ലേ ചെയ്യുക. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന റേഡിയസ് ആർക്കാണ്? സെക്കൻഡ് പീരീഡിൽ ലിഥിയത്തിനാണ് ആറ്റോമിക് റേഡിയസ് കൂടുതൽ വരിക, പിന്നെയാണ് ബെറിലിയം വരുന്നത്. കണ്ടോ, അപ്പൊ ഇങ്ങനെയാണ് ഓർഡർ വരിക. അവിടെ ഒന്നാമത്തെ പീരീഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്താ, ഇവിടെ ഫ്ലോറിനൊക്കെ ഇപ്പൊ തന്നിരിക്കുന്നതിൽ ഫ്ലോറിനാണ് കുറവ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ലിഥിയത്തിനാണ്. ഓക്കെ, ഒന്നാമത്തെ അല്ല സെക്കൻഡ് പീരീഡിൽ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ സീഷ്യാണ് ലാർജസ്റ്റ് വരുന്നത്, ഹീലിയത്തിനാണ് സ്മോളസ്റ്റ് ആറ്റമിക് റേഡിയസ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തതാണ് അയോണിക് റേഡിയസ്. അയോൺസ് നിങ്ങൾക്ക് അറിയാലോ, 2 ടൈപ്പ് ഉണ്ട്, കാറ്റിയോൺസ് ഉണ്ട്, ആനയോൺസ് ഉണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങളിപ്പം സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോഡിയം അയോൺ കിട്ടും, അല്ലെങ്കിൽ Na+ കിട്ടും. ഇതാണല്ലോ കാറ്റിയോൺ അല്ലേ? അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്തു. അപ്പൊ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്ര? സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11ആണല്ലോ. അപ്പൊ നിങ്ങൾ കോൺഫിഗറേഷൻ ചെയ്താണെങ്കിൽ 1s2, അല്ലെങ്കിൽ ജസ്റ്റ് നമ്പർ എഴുതിയാൽ മതി. സോഡിയത്തിന്റെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം 2, 8, 1 ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇനി Na+ ആണെങ്കിലോ, Na+ പറഞ്ഞ ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തു, അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 2, 8 എന്നല്ലേ? അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ശരിക്കും എന്ത്, ഒരു ഷെല്ല് കുറഞ്ഞു പോയില്ലേ? ഇല്ലേ? ഇവിടെ Na-യിലാണെങ്കിൽ 2, 8, 1 വന്നു, ഇവിടെ Na+ 2, 8 മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ ശരിക്കും എന്ത്, ഒരു ഷെല്ലിന്റെ കുറവ് വന്നു. അതായത് കാറ്റോൺസിലാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പാരന്റ് ആറ്റത്തിനേക്കാൾ കുറവാണ് ആര് വരിക? കാറ്റയോണിന്റെ സൈസ് വരിക, അല്ലെങ്കിൽ അയോൺ റേഡിയസ് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി ആനയോൺസ് ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ ക്ലോറിൻ ആണെങ്കിൽ അതിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 17 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ? ഇനി ക്ലോറിൻ മൈനസ് ആണെങ്കിലോ, ക്ലോറിൻ മൈനസ് ആണെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്തു ഇല്ലേ? അപ്പൊ അവിടെ 18 ഇലക്ട്രോൺസ് വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ, അവിടെ ഈ കേസിൽ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാ മീൻസ് അവിടെ സൈസ് കൂടിയില്ലേ? നമ്മുടെ ആനയോണിന്റെ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. അതേസമയം കാറ്റയോണിന്റെ സൈസ് എന്താണ്? പാരന്റ് ന്യൂക്ലിയനേക്കാൾ, അല്ലെങ്കിൽ പാരന്റ് ആറ്റത്തിനേക്കാൾ സൈസ് കുറവാണ് കാറ്റയോണ്. അതേസമയം ആനയോണിന്റെ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ സൈസ് ഇങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കാറ്റയോണാണ് സൈസ് കുറവ്, അത് കഴിഞ്ഞ് പാരന്റ് ആറ്റം വരും, പിന്നെയാണ് ആരുണ്ടാവുക, അത് ഏറ്റവും സൈസ് കൂടുതലാണ് ആനയോൺസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഓർത്ത് വെക്കുക. പിന്നെ ഈ സൈസിന്റെ ഒരു റിലേഷൻ വരുന്നത് കാറ്റയോൺസ് ആണെങ്കിൽ, നിങ്ങൾ നോക്കുക, കാറ്റയോൺസ് ആണെങ്കിൽ അവിടെ സൈസ് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, സൈസും അതിന്റെ ആ കാറ്റയോണിന്റെ ചാർജും വരുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ഓഫ് കാറ്റയോൺ. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ Na+ ഉണ്ട്, Mg2+ ഉണ്ട് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? Mg2+ ആണെങ്കിലും Na+ ആണെങ്കിലും ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 10 ആണ് വരുന്നതെങ്കിലും ഇതിൽ വലുപ്പം കുറവ് ആർക്കാണ്? വലുപ്പം കുറവ് Mg2+നാണ്. ഓക്കെ, അത് എന്തുകൊണ്ടാ ചോദിച്ചാല് Mg2+ന്റെ ചാർജ് എന്താ, അവിടെ 2+ അല്ലേ? ചാർജ് കൂടിയാൽ അതിന്റെ സൈസ് കുറയാണ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ റേഡിയസ് കുറയാണ് ചെയ്യുക. ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആനയോൺസിന്റെ കേസിൽ വരുന്നത്. ആനയോൺസിനാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇപ്പോ O3- ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് എത്ര? 10 ഇലക്ട്രോൺസ് O3- ഉണ്ട്. O3 അല്ല, സോറി, N3-.
N3 മൈനസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 10 ഇലക്ട്രോൺസ് ഉണ്ട്. അതേസമയം O2 മൈനസിലാണെങ്കിൽ എത്ര 10 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ, ഇവിടെ എന്താ ചോദിച്ചാല് സൈസ് എന്തിന് പ്രൊപ്പോർഷനിലാണ്, പ്രൊപ്പോർഷണൽ ടു ആനയോണിന്റെ ചാർജ് ആണ്. ഓക്കെ, ആനയോൺ ചാർജിന് പ്രൊപ്പോർഷനിലാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ആർക്കായിരിക്കും സൈസ് കൂടുതൽ, N3 മൈനസിനാണ് സൈസ് കൂടുതൽ, ആരേക്കാൾ, O2 മൈനസിനേക്കാൾ. അത് എക്സാമിന് ചോദിക്കുന്നതാണ്, നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ ഏതായാലും ഇതിന്റെ പ്രോപ്പർട്ടീസ് അയോണിക് റേഡിയസ് ആവട്ടെ, അതുപോലെ ആറ്റമിക് റേഡിയസ് ആവട്ടെ, പീരീഡിൽ എങ്ങനെയാണ്, പീരീഡിൽ ലെഫ്റ്റിന് റൈറ്റിലോട്ട് പോകും തോറും ഡിക്രീസ് ചെയ്യുന്നു, അതേപോലെ ഡൗൺ എ ഗ്രൂപ്പ് ഇൻക്രീസസ്. ഓക്കെ, ഇനി സെയിം ഇലക്ട്രോൺ കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുക, ഐസോ ഇലക്ട്രോണിക് സീരീസ് എന്ന് വിളിക്കുന്നത്. അവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആണല്ലോ. അപ്പൊ ഇവിടെ താഴെ തന്നിട്ട് എക്സാമ്പിൾസ് നോക്കൂ. ഇപ്പൊ O2 മൈനസ്, F മൈനസ്, നിയോൺ, Na പ്ലസ്, Mg2+. അപ്പൊ ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ആർക്കാണ് സൈസ് കൂടുതൽ എന്ന് ചോദിക്കാം, എക്സാമിന് ചോദിക്കാം. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ ഇപ്പൊ ഇവിടെയൊക്കെ എന്താണ്, ഇതിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10 ഇലക്ട്രോൺസിനാണ് ഓരോന്നിലും ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതില് തന്നിരിക്കുന്നതിൽ സൈസ് കൂടുതൽ ആർക്കാണ്, നിങ്ങൾ നോക്കൂ. നമുക്കറിയാം സൈസ് കൂടുതൽ ആർക്കാണ്, ആനയോൺസിനാണ്. അത് കഴിഞ്ഞാണ് പാരന്റ് വരിക, അത് കഴിഞ്ഞാണ് ആർക്ക്, കാറ്റയോൺ വരുന്നത്. അപ്പൊ ഇവിടെ ആനയോൺസ് നോക്കുകയാണെങ്കിൽ ആനയോൺസ് ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, O2 മൈനസ് ഉണ്ട്, F മൈനസ് ഉണ്ട്. അപ്പൊ ഇതിൽ സൈസ് കൂടുതൽ ആർക്കാണ്, ചാർജ് കൂടിയ ആൾക്കാണ് സൈസ് കൂടുക. അപ്പൊ ഇവിടെ O2 മൈനസിനാണ് എന്ത് സൈസ് കൂടുതൽ, ആരേക്കാൾ, F മൈനസിനേക്കാൾ. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുള്ളൂ, പാരന്റ് അല്ലെങ്കിൽ നമ്മുടെ നിയോൺ വരുന്നത്. ദെൻ പിന്നെ Na പ്ലസ് Mg2+ എന്താണ്, കാറ്റയോൺസ് ആണ്. അപ്പൊ ഇവിടെ കാറ്റയോൺസിനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം കാറ്റയോൺസിന്റെ കേസ് ആണെങ്കിൽ ചാർജിന് ഇൻവേഴ്സ് ആണ് വരുന്നത്, കാറ്റയോണിന്റെ ചാർജിന് ഇൻവേഴ്സ് ആണ് വരുന്നത് സൈസ്. സോ Na+നാണ് എന്ത്, ആരെക്കാൾ വലുപ്പം കൂടുതൽ, Mg2+നേക്കാൾ സൈസ് കൂടുതൽ Na+നാണ്. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനിയിപ്പോ നിങ്ങളുടെ Al3+ തരികയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ, Al3+ന് സൈസ് കുറവല്ലേ, കുറവാണ്. കാരണം എന്താ, ഇതിന്റെ ചാർജ് കൂടി. ഇനി O2നേക്കാൾ വലുതാണ് ആര് വരുന്നത്, N3 മൈനസ് വരുന്നത്. അപ്പൊ ഏത് ഐസോ ഇലക്ട്രോണിക് സീരീസ് വന്നാലും നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യാൻ പറ്റണം, സൈസ് കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടറിന്റെ ഇതിന്റെ ബിഹേവിയർ എങ്ങനെ വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയും പീരീഡ് എന്ന് സംഭവിക്കുക, മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുന്നു, ഡൗൺ എ ഗ്രൂപ്പ് ഇൻക്രീസസ്. ഓക്കെ, ഗ്രൂപ്പിൽ മെറ്റാലിക് ക്യാരക്ടർ മുകളിൽ നിന്ന് താഴോട്ട് വരും തോറും കൂടുന്നു, പീരീഡിലാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റോട്ട് പോകും തോറും ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ റീസൺ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പീരീഡിലാണെങ്കിൽ എന്തുകൊണ്ട് ഡിക്രീസ് ചെയ്യുന്നു, അവിടെ നമുക്കറിയാം പീരീഡിൽ ന്യൂക്ലിയർ ചാർജ് എന്നാണ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ ഇലക്ട്രോൺ സ്വാഭാവികം ടൈറ്റ് ആയിട്ടല്ലേ അവിടെ പിടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം മെറ്റാലിക് ക്യാരക്ടർ പറഞ്ഞാൽ എന്താ, അവിടെ ഇലക്ട്രോൺസിന് ലോസ് ചെയ്യാനുള്ള എബിലിറ്റി ആണല്ലോ നമ്മുടെ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്, പീരീഡ്സിലാണെങ്കിൽ നമ്മൾ പോകുന്തോറും അവിടെ ഇലക്ട്രോൺസിന് ലോസ് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. അതായത് അതിന്റെ മെറ്റാലിക് ക്യാരക്ടർ എന്താണ് ചെയ്യുക, കുറയാണ് ചെയ്യുക. എനിക്ക് തന്നെ ആലോചിച്ചറിഞ്ഞൂടെ, ഇപ്പൊ നമ്മളിപ്പം P ബ്ലോക്ക് എലമെന്റ്സിലേക്ക് ലാസ്റ്റിലേക്ക് പോകുന്തോറും അതിന്റെ മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു കുറഞ്ഞു വന്ന് ലാസ്റ്റ് എന്ത് നോൺ മെറ്റൽസ് ആയിട്ട് മാറുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് 8 നോക്കുകയാണെങ്കിൽ എല്ലാവരും എന്താണ്, നോൺ മെറ്റൽസ് അല്ലേ, മനസ്സിലായല്ലോ. അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഒക്കെ എന്താണ്, മെറ്റൽസ് ആണ്. അപ്പൊ അതിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും അതിന്റെ മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. പിന്നെ ഇനി ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് ഇൻക്രീസ് ചെയ്യുന്നു. കാരണം എന്താ, അവിടെ ആറ്റം സൈസ് വലുതാവുന്നുണ്ട് അല്ലേ. അതുപോലെ ആറ്റം സൈസ് വലുതാകുക മീൻസ് എന്താണ്, നമുക്ക് എന്ത് ഔട്ടർ ഇലക്ട്രോൺസിനെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലോസ് ചെയ്യാൻ പറ്റും. അതായത് മെറ്റാലിക് ക്യാരക്ടർ കൂടാണ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. മെറ്റാലിക് ക്യാരക്ടർ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ മെറ്റാലിക് ക്യാരക്ടർ, അയോണിക് റേഡിയസ്, ആറ്റമിക് സൈസ് അല്ലെങ്കിൽ ആറ്റമിക് റേഡിയസ്, ഇത് മൂന്നും ഇതിന്റെ ബിഹേവിയർ ഗ്രൂപ്പിലാണെങ്കിലും പീരീഡിലാണെങ്കിലും എന്താണ്, സെയിം ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഇനി അടുത്തതാണ് അയണൈസേഷൻ എനർജി. അപ്പൊ അയണൈസേഷൻ എനർജി എന്താന്ന് നിങ്ങൾക്ക് അറിയാം. എന്താ അയണൈസേഷൻ എനർജി? ഇറ്റ്സ് ദ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് 1 ഇലക്ട്രോൺ ഫ്രം എ ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം. ഓക്കെ, അതായത് ഗേഷ്യസ് ആറ്റത്തിൽ നിന്നുള്ള റിമൂവൽ ആട്ടോ, മാറിപ്പോരുത്. അയണൈസേഷൻ എനർജി ഇസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് 1 ഇലക്ട്രോൺ ഫ്രം എ ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് നമ്മുടെ ന്യൂട്രലായ ഗേഷ്യസ് ആയ ആറ്റെങ്കിൽ അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യും. അപ്പൊ എന്തായാലും M എന്നുള്ളത് എന്തായിട്ട് മാറും, M+ആയി മാറൂലേ. അതായത് ഇപ്പൊ എന്നെ ഗ്യാസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തു, അപ്പൊ ഞാൻ എനർജി കൊടുക്കണമല്ലോ, അതാണ് അയണൈസേഷൻ എനർജി വരുന്നത്. അപ്പൊ Na എന്തായിട്ട് മാറും, Na+ ആയിട്ട് മാറും. ഓക്കെ, ഇനി
നിങ്ങൾ പറയൂ, ഇവിടെ പീരീഡിൽ എന്താണ് ഇതിന്റെ പ്രോപ്പർട്ടി സംഭവിക്കുക? പീരീഡിലാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. റീസൺ എന്താ? ആറ്റമിക് റേഡിയസ് കുറയുന്നു, അതേപോലെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ദെൻ ഗ്രൂപ്പിലാണെങ്കിലോ, ഗ്രൂപ്പിൽ ബിഹേവിയർ മുകളിൽ നിന്ന് താഴോട്ട് വരും തോറും അയണൈസേഷൻ എനർജി എന്താണ് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായി? അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യാൻ മീൻസ് എന്താ? അവിടെ നിങ്ങൾക്കറിയാം ആറ്റോമിക് സൈസ് വലുതാവാണ് അല്ലെ? ആറ്റോമിക് സൈസ് വലുതാവും തോറും നമുക്കിപ്പോ എന്ത് ഇലക്ട്രോൺസിനെ വാലൻസ് ഷെല്ലിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും. അത് കുറഞ്ഞ എനർജി കൊടുത്താൽ മതി അല്ലേ? അതേപോലെ ഇതിന്റെ സൈസ് വലുതാവുന്നവർ നിങ്ങൾക്ക് അറിയാം അവിടെ എന്താണ് ഷീൽഡിങ് എഫക്റ്റ് കൂടുതൽ ചെയ്യുന്നത്. ഷീൽഡിങ് കൂടാണ് ആണല്ലോ. ഷീൽഡിങ് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ അതിന് മുമ്പിലുള്ള ഷെല്ലിലെ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? ഇതിന് ഒരു ഷീൽഡിങ് പോലെ നിൽക്കുന്നുണ്ട്, ഒരു മറവ് പോലെ നിൽക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ ആ ഒരു എഫക്റ്റ് എന്താണ്? സൈസ് കൂടുന്തോറും അതിന്റെ ഷീൽഡിങ് എഫക്റ്റ് കൂടും. ഷീൽഡിങ് എഫക്റ്റ് കൂടിയാലും വളരെ സിമ്പിൾ ആയിട്ട് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ കഴിയും. അതായത് അയണൈസേഷൻ എനർജി കുറച്ച് മതി. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? അതായത് ഗ്രൂപ്പ് 1, 2 എലമെന്റ്സിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടെ അയണൈസേഷൻ എനർജി എന്താ വളരെ കുറച്ച് മതി. അതേസമയം എന്ത് നിങ്ങൾ ഗ്രൂപ്പ് 18 എടുക്കുക അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അതിനാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഏതൊക്കെയാണ് അയണൈസേഷൻ എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഒന്ന് നമ്മുടെ ആറ്റത്തിന്റെ സൈസ്, ഓക്കെ, സൈസ്, അതുപോലെ സ്ക്രീനിങ് അല്ലെങ്കിൽ ഷീൽഡിങ് എഫക്റ്റ്. ഇത് രണ്ടും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അയണൈസേഷൻ എനർജി വരുന്നത്. പിന്നെ വേറൊരു ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്ന ചോദിച്ചാൽ ഇതിന്റെ അയണൈസേഷൻ എനർജി നമ്മളിപ്പോ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ അവിടെ എന്താണ്? അയണൈസേഷൻ എനർജി കൂടുതൽ വേണം. ഓക്കെ, അതായത് നമ്മള് ഇപ്പോ ബെറിലിയത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബെറിലിയത്തിൽ എന്താണ്? അത് 2s2 കോൺഫിഗറേഷൻ ആണ് അതിന്റെ വരുന്നത്. അതായത് അവിടെ എസ് എന്താണ്? ഫുള്ളി ഫിൽഡ് ആണ്. അതേപോലെ നമ്മൾ നൈട്രജന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നൈട്രജനിലാണെങ്കിൽ എന്ത്? ഹാഫ് ഫിൽഡ് പി ഓർബിറ്റ് ആണ് വരുന്നത്. നമുക്കറിയാം ഹാഫ് ഫിൽഡ് ആണെങ്കിലും ഫുള്ളി ഫിൽഡ് ആണെങ്കിലും എന്താ? സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വരുന്നതാണ്. സ്വാഭാവികമായിട്ട് അതിനെന്ത്? കൂടുതൽ എനർജി കൊടുത്താലേ ഔട്ടർ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അതിന് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ അവിടെ അയണൈസേഷൻ എനർജി എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പൊ ഈ 3 ഫാക്ടേഴ്സ് ജസ്റ്റ് ഓർത്തു വെക്കുക. അപ്പോ ഇനി നമുക്ക് അറിയാം, നമ്മളിപ്പം ഇതിന്റെ ഒരു ക്രമം എഴുതാണെങ്കിൽ നമ്മളിപ്പോ നോക്കൂ, ഇപ്പൊ സെക്കൻഡ് പീരീഡ് നമ്മൾ എഴുതാം. അതായത് ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇതാണല്ലോ സെക്കൻഡ് പീരീഡ്. അപ്പൊ ഈ സെക്കൻഡ് പീരീഡിൽ നമുക്കറിയാം എന്താണ്? നമ്മൾ പഠിച്ച കാര്യം എന്താ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും അയണൈസേഷൻ എനർജി കൂടാണെന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ അത് പ്രകാരം നമ്മളിപ്പോ ഇതിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇതിൽ ഏതാണ്? നിയോണാണ് ഏറ്റവും വലുത്, അയണൈസേഷൻ എനർജി കൂടുതൽ. അത് കഴിഞ്ഞിട്ടേ ഫ്ലൂറിന് വരുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ശരിക്ക് വരേണ്ടത്. ഓക്കെ, പക്ഷെ ഇങ്ങനെയാണോ കാണിക്കുന്നത്? അല്ല. ഇവിടെ എക്സെപ്ഷൻസ് 2 കേസിൽ വരുന്നുണ്ട്. അതായത് നോക്കാം, ഇവിടെ ലിഥിയം ലെസ് ദാൻ ബെറിലിയം തന്നെയാണ്. പക്ഷെ ബെറിലിയം ബോറോണും കൺസിഡർ ചെയ്യുമ്പോൾ അയണൈസേഷൻ എനർജി ആർക്കാണ് കൂടുതൽ? ബെറിലിയത്തിനാണ് ബോറോണേക്കാൾ കൂടുതൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ലിഥിയം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ആരാണ്? ബോറോണാണ് വരുന്നത്, ബെറിലിയം അല്ല. ഓക്കെ, അപ്പോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെന്ത്? പിന്നെ കാർബൺ ഓക്കെയാണ്. ദെൻ നൈട്രജനും ഓക്സിജനും കമ്പയർ ചെയ്യുമ്പോൾ നൈട്രജൻ ആണെന്ത്? ഇവിടെ അയണൈസേഷൻ എനർജി കൂടുതൽ ഓക്സിജനേക്കാൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് ഫസ്റ്റ് വരുന്ന ആളാരാ? ഫസ്റ്റ് ലിഥിയം, ലിഥിയം ലെസ് ദാൻ, പിന്നെ ബോറോൺ വരുന്നത്, പിന്നെ ബെറിലിയം. അപ്പൊ ക്രമം ഇങ്ങനെ വരുന്നതിന്റെ റീസൺ നമുക്ക് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ കാർബൺ, ദെൻ ഓക്സിജൻ, പിന്നെ നൈട്രജൻ. ഓക്കെ, അപ്പൊ പീരീഡിൽ ഇങ്ങനെയല്ല ഇൻക്രീസിങ് അല്ലേ എന്ന് പറഞ്ഞിട്ട് തെറ്റി പഠിക്കരുത്. ആ ഒരു എക്സെപ്ഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ബോറോണിന് അയണൈസേഷൻ എനർജി കുറഞ്ഞു, അല്ലെങ്കിൽ എന്ത് ബെറിലിയത്തിന്റെ അയണൈസേഷൻ എനർജി കൂടാൻ കാരണം എന്താണ്? അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ബെറിലിയത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബെറിലിയത്തിൽ എന്താണ്?
അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എന്താ ഫിൽഡ് കോൺഫിഗറേഷൻ ആണ് കാണിക്കുന്നത്. അതായത് 2s2 കോൺഫിഗറേഷൻ ആണ് കാണിക്കുന്നത് അല്ലേ. ബെർലി ഇപ്പൊ നിങ്ങൾ 1s2 2s2 എന്നല്ലേ വരുന്നത് ബെർലിയത്തിന്റെ കോൺഫിഗറേഷൻ. അതായത് ഇവിടെ എസ് ഓർബിറ്റിൽ എന്താണ് ഫീൽഡ് ആണ്. അതുകൊണ്ട് ഇതെന്താ സ്റ്റെബിലിറ്റി കൂടും. അതേസമയം ബോറോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 1s2 2s2 2p1 ആണ്. ഇവിടെ ഇതെന്താ ഫീൽഡ് ഒന്നും അല്ലല്ലോ. അപ്പൊ ഈ 2p1 ഇലക്ട്രോൺസിനെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് ബോറോണിന് അയണൈസേഷൻ എനർജി കുറഞ്ഞത്. മനസ്സിലായോ? ഇനി ഇതേപോലെ പ്രോപ്പർട്ടി കാണിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ നൈട്രജന്റെ അയണൈസേഷൻ എനർജി ആരെക്കാൾ കൂടുതലാണ്, ഓക്സിജനേക്കാൾ. അതിന്റെ റീസൺ എന്താണ്? നൈട്രജന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എന്താ വരുന്നത്? 1s2 2s2 2p3 ആണ് വരുന്നത്. ഓക്സിജൻ ആണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് വരുന്നത് എത്ര? 2p4 ആണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താ, നൈട്രജന്റെ കേസിലാണെങ്കിൽ പി ഓർബിറ്റിൽ ഹാഫ് ഫിൽഡ് ആണ് അല്ലേ, ഹാഫ് ഫിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആണ്. അതേസമയം ഓക്സിജനിലാണെങ്കിൽ 2p4 ആണ്. അപ്പൊ അത് ഹാഫ് ഫിൽഡ് ഒന്നും അല്ലല്ലോ. അതിൽ എന്താ പറയാ 4 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇലക്ട്രോൺ വളരെ സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും. മനസ്സിലായല്ലോ? അപ്പോ നമുക്ക് കിട്ടിയത് എന്താ, നൈട്രജൻ ആണ് എന്താ അയണൈസേഷൻ എനർജി ആരെക്കാൾ കൂടുതൽ, ഓക്സിജനേക്കാൾ. അപ്പൊ ഇതേ സിമിലാരിറ്റി തേർഡ് ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട്, തേർഡ് പീരീഡിലും വരുന്നുണ്ട്. ഏതാണ്? അതായത് മാഗ്നീഷ്യത്തിന്റെ അയണൈസേഷൻ എനർജിയാണ് ആരെക്കാൾ കൂടുതൽ, അലൂമിനിയത്തിനേക്കാൾ കൂടുതൽ. അതിന്റെ റീസൺ എന്താണ്? മാഗ്നീഷ്യത്തില് ഫിൽഡ് 3s ഓർബിറ്റിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാം ഫോസ്ഫറസിന്റെ അയണൈസേഷൻ എനർജിയാണ് ആരെക്കാൾ കൂടുതൽ, സൾഫറിനേക്കാൾ. റീസൺ എന്താണ്? ഫോസ്ഫറസില് ഫിൽഡ് 3p ഹാഫ് ഫിൽഡ് 3p ഓർബിറ്റിൽ കാണപ്പെടുന്ന കൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു കോൺഫിഗറേഷൻ കൂടി ഇതാണെങ്കിൽ എങ്ങനെ വരും? തേർഡ് പീരീഡിന്റെ എങ്ങനെ വരും? സോഡിയം, അടുത്തത് സോഡിയം കഴിഞ്ഞ മഗ്നീഷ്യം അല്ല അടുത്ത് വരിക. അടുത്ത ആരാണ് വരിക? അടുത്തത് അലുമിനിയം ആണ്. മനസ്സിലായല്ലോ? എന്നിട്ട് മഗ്നീഷ്യം വരുള്ളൂ. മഗ്നീഷ്യം, പിന്നെ സിലിക്കൺ, പിന്നെ അടുത്തത് ആര് വരും? അടുത്തത് സൾഫർ ആണ് വരിക, ഫോസ്ഫറസ് അല്ല. സൾഫർ കഴിഞ്ഞിട്ടാണ് ഫോസ്ഫറസ് വരുന്നത്. ഓക്കെ, പിന്നെ ക്ലോറിൻ, ദെൻ ആർഗൺ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? അപ്പൊ ഇനി സെക്കൻഡ് ആവട്ടെ തേർഡ് ആവട്ടെ ഏത് പീരീഡ് എടുത്താലും അതിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ആർക്ക് തന്നെയാണ്? നോബിൾ ഗ്യാസസിനാണ്. ഓക്കെ, അപ്പൊ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി വരുന്നത് നോബിൾ ഗ്യാസിനാണ്. ഇനി അതിൽ തന്നെ ഏറ്റവും വലിയ ഏറ്റവും ഹയസ്റ്റ് അയണൈസേഷൻ എനർജി ആർക്കായിരിക്കും? നമുക്കറിയാം ഹീലിയത്തിനാണ് എന്ത് ഏറ്റവും ഹയസ്റ്റ് അയണൈസേഷൻ എനർജി. ഇനി ഏറ്റവും ലോവസ്റ്റ് ആർക്കാണ്? ഏറ്റവും ലോവസ്റ്റ് വരുന്നത് ഒന്നാമത്തെ ഗ്രൂപ്പിലെ സീഷ്യത്തിനാണ്. ഓക്കെ, സീഷ്യത്തിനാണ് ഏറ്റവും അയണൈസേഷൻ എനർജി കുറവ് വരുന്നത്. അപ്പൊ ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തോ എക്സാം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയണം. ഇതൊക്കെ അല്ലേ? ഇനി അടുത്തത് സക്സസീവ് അയണൈസേഷൻ എനർജീസ്. അതായത് നമ്മളിപ്പോ ഇലക്ട്രോൺസിനെ എന്താ പറയാ, ആദ്യം ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തു, അതാണ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി. ഇനി എന്ത്, അതിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത് സെക്കൻഡ് അയണൈസേഷൻ എനർജി. ഇനി മൂന്നാമത് ഇലക്ട്രോൺ കൂടെ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, തേർഡ് അയണൈസേഷൻ എനർജി എന്ന് വിളിക്കുന്ന, IE3 എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇവിടെ ഇലക്ട്രോൺസിന്റെ ഉള്ളിലേക്ക് എടുക്കും തോറും അല്ലെങ്കിൽ റിമൂവ് ചെയ്യും തോറും അതിന്റെ എനർജി, അയണൈസേഷൻ എനർജി എന്താ സംഭവിക്കുക, കൂടുതൽ ചെയ്യുക അല്ലേ, കൂടുതലാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ജനറലി പറയാം ഫസ്റ്റ് അയണൈസേഷൻ എനർജി പൊതുവെ എന്താണ്, കുറവാണ് ആരേക്കാൾ, സെക്കൻഡിനേക്കാൾ ആണല്ലോ. അതിനേക്കാൾ എന്താ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിൽ വേണ്ട ആർക്കാണ്, തേർഡ് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ എനർജി വേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അയണൈസേഷൻ എനർജിയാണ് പൊതുവെ കമ്പാരിറ്റീവ്ലി കുറവ് വരുന്നത്. ഇനി അതിൽ നിന്ന് ഓരോ ഇലക്ട്രോൺസിനെ വീണ്ടും ഉള്ളിലേക്ക് റിമൂവ് ചെയ്യും തോറും അതിന് കൂടുതൽ എനർജി അവിടെ വേണ്ടി വരും. മനസ്സിലായല്ലോ? അവർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പൊ Mg മഗ്നീഷ്യത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തു, അതാണെന്ത് Mg+ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് എനർജി മതി. അതേസമയം നിങ്ങൾ നോക്കൂ, Mg+ നിന്ന് വീണ്ടും ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്താണെന്ത്, അങ്ങനെ എന്തായിട്ട് മാറി, Mg2+ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ നേരത്തിനേക്കാൾ കൂടുതൽ എനർജി ഈ കേസിൽ വേണ്ടി വരും. ഇനി നിങ്ങൾ നോക്കുക Mg2+ നിന്ന് വീണ്ടും ഇലക്ട്രോൺ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ Mg3+ ആയി. അപ്പൊ ഇവിടെ എന്താണ്, വളരെ വലിയ അയണൈസേഷൻ എനർജി ആവശ്യം വരുന്നുണ്ട്. അപ്പൊ ചില കേസിൽ ഹയസ്റ്റ് ജമ്പ് കാണിക്കും. അപ്പൊ അതിന്റെ റീസൺ എന്താ ചോദിച്ചാല് അവിടെ നിങ്ങൾ നോക്കുക, അവിടെ എന്താണ്, ഇപ്പൊ നിങ്ങളിപ്പോ Mgന്റെ കേസ് എടുത്ത് നോക്കൂ, മാഗ്നീഷ്യത്തിന്റെ
കോൺഫിഗറേഷൻ ചെയ്താണെങ്കിൽ എത്രയാണ് വരുന്നത്? മാഗ്നീഷ്യത്തിന്റെ 12 ആണല്ലോ വരുന്നത് അല്ലേ? അതായത് 2, 8, 2 അല്ലേ? അപ്പൊ ഇവിടെ എന്താ പറയാ, എസ് ഓർബിറ്റലിലാണ് ആള് വാലൻസ് ഇലക്ട്രോൺസ് 2 കിടക്കുന്നത്. അപ്പൊ 2 റിമൂവ് ചെയ്ത് വിചാരിച്ചോളൂ. ഇനി അടുത്ത് നോക്കുക, അടുത്ത് റിമൂവ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്, ഹൈലി സ്റ്റേബിൾ ആയി കിടക്കുന്ന ആളാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ എനർജി കൊടുക്കേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ എന്താണ്, IE3 വളരെ വലിയ വാല്യൂ ആണ് മാഗ്നീഷ്യത്തിന്റെ കേസിലൊക്കെ വരുന്നത്. അതേപോലെ നിങ്ങളിപ്പോ NAന്റെ കേസ് എടുക്കാം. NA+ ആണെങ്കിൽ അതിൽ എന്ത്, NAയിൽ 11 NA+ ആകുമ്പോൾ 10 ഇലക്ട്രോൺസ് വന്നു, അത് 2, 8 വന്നു, സ്റ്റേബിൾ ആയി വന്നു. ഇനി നോക്കുക NA2+ അല്ലെങ്കിൽ എന്താ, ഒരു ഇലക്ട്രോൺസ് കൂടെ ഇനി റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, വളരെ വലിയ എനർജി കൊടുത്താലേ റിമൂവ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എന്താ, ഓൾറെഡി സ്റ്റേബിൾ ആയി കിടക്കുന്ന ആളാണ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ നിങ്ങളിപ്പോ ഗ്രൂപ്പ് 8 എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നിയോണൊക്കെ എന്താണ്, ഓൾറെഡി സ്റ്റേബിൾ ആയി കിടക്കുന്ന ആളാണ്. ഇനി അതിൽ നിന്നൊരു ഇലക്ട്രോൺസ് തരാൻ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നോബിൾ ഗ്യാസസിന് അയണൈസേഷൻ എനർജി വരാൻ കാരണം. മനസ്സിലായോ? ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോൺ അഫിനിറ്റി, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നും പറയാറുണ്ട്. ഇലക്ട്രോൺ അഫിനിറ്റി എന്നോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. നമ്മൾ നേരത്തെ പറഞ്ഞ അയണൈസേഷൻ എൻതാൽപ്പി എന്താണോ, അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരുന്നത് അല്ലേ? അവിടെ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്താണ്, ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്യാണ് അല്ലേ? അപ്പൊ നോക്കാം, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ദ എനർജി റിലീസ്ഡ് വെൻ ആൻ ആറ്റം ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് ഗെയിൻസ് ആൻ ഇലക്ട്രോൺ. ഇവിടെ ഇലക്ട്രോണെ ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാണ്, ആ സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്, ഇനി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എന്ത്, X+E ഗീവ്സ് X- അല്ലേ? ഇനി ഇവിടെ നോക്കൂ, ഇതിന്റെ ട്രെൻഡ് എന്താണ്? നേരത്തെ അയണൈസേഷൻ എനർജി പറഞ്ഞ പോലെ തന്നെ ട്രെൻഡ് ഇവിടെ വരുന്നത് എന്ത് തന്നെയാണ്, പീരീഡിലാണെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്നു, ഗ്രൂപ്പിലാണെങ്കിൽ അത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു അനോമലി വരുന്നുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി തന്നെ നേരത്തെ പറഞ്ഞ പോലെ സക്സസീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പറയാൻ പറ്റും. അപ്പൊ അത് പറയുകയാണെങ്കിൽ ഇപ്പൊ നോക്കൂ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫസ്റ്റത്തേതാണെങ്കിൽ അതിന്റെ വാല്യൂ മേ ബി എന്താവാം, മെജോറിറ്റി നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്, അതേപോലെ പോസിറ്റീവ് വാല്യൂ വരാം. ഈ പോസിറ്റീവ് വാല്യൂ വരുന്നത് ആർക്കാണ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി വരുന്നത് പോസിറ്റീവ് വാല്യൂ ആർക്കാണ് വരുന്നത്, മെയിൻ ആയിട്ട് നോബിൾ ഗ്യാസിനൊക്കെയാണ് വരുന്നത്. ഓക്കെ, അതേപോലെ ബെറിലിയത്തിനും അതുപോലെ നൈട്രജനിലും എന്ത് കാണിക്കുന്നുണ്ട്, പോസിറ്റീവ് ഇലക്ട്രോൺ അഫിനിറ്റി കാണിക്കുന്നുണ്ട് കൂടെ ഓർത്ത് വെക്കുക. മെജോറിറ്റി എന്ത് തന്നെയാണ്, നെഗറ്റീവ് ആണ് വാല്യൂ വരുന്നത്. അതേസമയം പോസിറ്റീവ് കാണിക്കുന്നത് ആരാണ്, നോബിൾ ഗ്യാസും പിന്നെ ബെറിലിയം നൈട്രജനൊക്കെ എന്ത് ഇലക്ട്രോൺ അഫിനിറ്റിന്റെ വാല്യൂ പോസിറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കുക സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി സെക്കൻഡ് വരുന്നത്, അല്ലെങ്കിൽ രണ്ടാമത് ഇലക്ട്രോൺ കൂടെ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ വരുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫസ്റ്റ് വരുന്നത് എന്താണ്, അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം, പക്ഷെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി സെക്കൻഡ് വരുന്നത് എന്താണ്, എല്ലാ സമയത്തും പോസിറ്റീവ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ഒരു ക്രമം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഗ്രൂപ്പ് 16 എലമെന്റ് എടുക്കുകയാണ്. ഗ്രൂപ്പ് 16 എലമെന്റ്സ് ഏതൊക്കെ, അതായത് നമ്മുടെ സൾഫർ, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെ ഡൗൺ എ ഗ്രൂപ്പ് എന്താണ്, ഡിക്രീസ് ചെയ്യുക എങ്ങനെയല്ല വരേണ്ടത് അല്ലെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആർക്ക് വരണം, ഓക്സിജന് വരണം, ആരേക്കാൾ, സൾഫറിനേക്കാൾ അല്ലേ? പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ ഗ്രൂപ്പ് 16 കേസിൽ എന്താണ് വരുന്നത്, ഏറ്റവും കൂടുതൽ വരുന്നത് ആർക്കാണ്, ഗ്രൂപ്പ് 16 സൾഫറിനാണ്, ഓക്സിജൻ അല്ല. ഓക്കെ, അതിന്റെ ക്രമം ഇങ്ങനെ വരുന്നത്, സൾഫർ, പിന്നെ സെലീനിയം, പിന്നെ ടെലൂറിയം, ദെൻ പൊളോണിയം, ഏറ്റവും ലാസ്റ്റ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ്, ഗ്രൂപ്പ് 16 ഏറ്റവും ലോവസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി വരുന്ന ആർക്കാണ്, ഓക്സിജൻ ആണ്. അപ്പൊ എന്തുകൊണ്ട് ഇതിന്റെ വാല്യൂ ഓക്സിജൻ ചെറുതായി എന്ന് ചോദിച്ചാൽ, ഒന്നാമത് കമ്പാരിറ്റീവ്ലി ഇതൊക്കെ നോക്കുമ്പോൾ ഓക്സിജൻ സൈസ് എന്താണ്, ചെറുതാണ് അല്ലേ? അതേപോലെ ഇലക്ട്രോൺ റിപ്പൾഷൻ എന്ത് കാരണമാണെന്ത്, ഇവിടെ ഓക്സിജനിൽ ഇലക്ട്രോൺ അഫിനിറ്റി കുറയാൻ കാരണം. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു കാര്യം ഓർത്തു വെക്കുക.
ഗ്രൂപ്പ് 16 സൾഫറിനാണ് കൂടുതൽ, അല്ലാതെ ഓക്സിജൻ അല്ല ഇലക്ട്രോൺ അഫിനിറ്റി. ഇതേപോലെ തന്നെയാണ് എന്ത് ഗ്രൂപ്പ് 17 ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. അവിടെ വരുന്നത് നമുക്കറിയാം, നമ്മൾ പഠിച്ച പ്രകാരമാണെങ്കിൽ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇങ്ങനെയാണ് വരേണ്ടിയിരുന്നത് അല്ലെ. അല്ലെങ്കിൽ ഫ്ലോറിൻ ആണ് കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി വരേണ്ടത്. പക്ഷേ ഗ്രൂപ്പ് 17 ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതെന്താണ്? ഇവിടെ കൂടുതൽ വരുന്ന ആർക്കാണ്? ക്ലോറിൻ ആണ്. എന്നിട്ടേ ആർക്ക് വരുന്നുള്ളൂ? ഫ്ലോറിന് വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഗ്രൂപ്പ് 17 ഒരു ഓർഡർ വരുന്നത് ഇങ്ങനെയാണ്. വ്യത്യാസം വരുന്നത് ഫ്ലോറിൻ ആണെന്ത് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞിട്ടാണ് ആർക്ക് വരുന്നുള്ളൂ? ഇലക്ട്രോൺ അഫിനിറ്റി ഫ്ലോറിന് വരുന്നുള്ളൂ. അപ്പൊ ഇവിടെയും അതിന്റെ റീസൺ എന്താ വരുന്നത്? ഇവിടെ ഫ്ലോറിൻ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. ഫ്ലോറിന്റെ ഇലക്ട്രോൺ അതിന്റെ സൈസ് എന്താണ്? ഫ്ലോറിനിലെ സൈസ് കുറവാണ് വരുന്നത് അല്ലേ? അതേപോലെ നിങ്ങൾ നോക്കുക, ഫ്ലോറിനും ക്ലോറിനും കമ്പയർ ചെയ്യുമ്പോൾ ക്ലോറിനും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ക്ലോറിന് സൈസ് കൂടുതലാണ് അല്ലേ? അതേപോലെ ക്ലോറിനെ സംബന്ധിച്ചാണെങ്കിൽ ക്ലോറിന്റെ എന്താണ്? വാലൻസ് ഷെല്ല് തേർഡ് ഷെല്ലാണ് വരുന്നത് ക്ലോറിന് അല്ലേ? തേർഡ് ഷെല്ല് എന്താ? അത്യാവശ്യം വലുതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഇലക്ട്രോൺ റിപ്പൾഷൻ എന്താണ്? ഇവിടെ വളരെ കുറവാണ് വരിക. അതേസമയം ഫ്ലോറിൻ ആണെങ്കിലോ, ഫ്ലോറിന് ആകെ സെക്കൻഡ് ഷെല്ലാണ് വരുന്നത്. സെക്കൻഡിലായതുകൊണ്ട് തന്നെ ഇവിടെ എന്താ അത്ര വലിയ സ്പേസ് ഒന്നും ഇല്ല. അപ്പൊ ഇനി ഇതിലേക്ക് എന്ത് ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു റിപ്പൾഷൻ കൂടൂലേ? ഇവിടെ റിപ്പൾഷൻ കൂടുതലാണ് ഈ കേസിൽ കാണപ്പെടുക. ക്ലോറിനെ സംബന്ധിച്ച് എന്താണ്? തേർഡ് ഷെല്ലായത് കൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം വലിയ ഷെല്ലായത് കൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു റീസൺ കൂടെ ഓർത്ത് വെക്കുക. എന്തുകൊണ്ട് ഇലക്ട്രോൺ അഫിനിറ്റി ഫ്ലോറിന് കുറഞ്ഞു, ക്ലോറിന് കൂടി, ആ റീസൺ. അതേപോലെ 16 ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ ആർക്കാണ്? സൾഫറിനാണ് വരുന്നത്. അതേസമയം ഓക്സിജന് വളരെ കുറവാണ്. ഈ ഒരു എക്സെപ്ഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൻ ഈസ് വെരി സ്മോൾ. ദെൻ അതുപോലെ എന്താ? എക്സ്ട്രാ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? 2p ഓർബിറ്റൽ പൊതുവെ കോമ്പാക്ട് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യും? സ്ട്രോങ്ങർ റിപ്പൾഷൻ ഇവിടെ ഇലക്ട്രോൺ റിപ്പൾഷൻ ഇവിടെ കാണപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി. അത് എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? അറിയാം എന്താ? ദ ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ഷെയർഡ് ഇലക്ട്രോൺസ് ഇൻ എ കെമിക്കൽ ബോണ്ട് അല്ലേ? ഇപ്പൊ ഒരു കെമിക്കൽ ബോണ്ടിൽ ഇപ്പൊ HCl എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്കറിയാം എന്താ? ഇവർ തമ്മിൽ കോവാലൻ ബോണ്ട് ഉണ്ടല്ലോ. ഈ Hഉം Cയും തമ്മിൽ കോവാലൻ ബോണ്ട് ഉണ്ട്. അതിൽ ഈ രണ്ട് ഇലക്ട്രോൺസിനെയും ആരാണ് കൂടുതൽ അട്രാക്ട് ചെയ്യുക? ക്ലോറിന് അതിന്റെ അടുത്തേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യും. അങ്ങനെയാണല്ലോ അത് എന്ത് പോളർ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നത് അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി പറഞ്ഞാൽ? ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ഷെയർഡ് ഇലക്ട്രോൺസ് ഇൻ എ കെമിക്കൽ ബോണ്ട്. ഒരു കെമിക്കൽ ബോണ്ടിലെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ആ എബിലിറ്റി അല്ലെങ്കിൽ ആ ടെൻഡൻസിനെ വിളിക്കുന്ന പേര് എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. ഓക്കെ. അപ്പൊ ഈ ടെൻഡൻസി കൂടുതൽ ആർക്കായിരിക്കും ഉണ്ടാവുക? കൂടുതൽ ഉണ്ടാവുന്നത് നമ്മുടെ ഫ്ലോറിൻ, ക്ലോറിൻ പോലത്തെ ആളുകൾക്കാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ. മനസ്സിലായല്ലോ? അപ്പം അത് നോക്കുകയാണെങ്കിൽ അതിന്റെ ട്രെൻഡ് എങ്ങനെ വരുന്നത്? പീരീഡിലാണെങ്കിൽ അക്രോസ് എ പീരീഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ്. അതിന്റെ റീസൺ എന്താ? കൂടുതൽ അട്രാക്ട് ചെയ്യുക പറഞ്ഞാൽ അവർക്ക് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താണ് വരിക? കൂടുതലാണ് അല്ലേ? അപ്പൊ നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകും തോറും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ ഇലക്ട്രോൺസിനെ കൂടുതൽ വലിക്കാനുള്ള, അല്ലെങ്കിൽ ബോണ്ടിങ് ഏർപ്പെട്ട ഇലക്ട്രോൺസ് ആണെങ്കിലും അതിനെ വലിക്കാനുള്ള ടെൻഡൻസി കൂടുതലല്ലേ വരിക. അപ്പോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. അതേസമയം ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഗ്രൂപ്പിലാണെങ്കിൽ അവിടെ ആറ്റം സൈസ് കൂടുതലല്ലേ? ആറ്റം സൈസ് കൂടുകയാണെങ്കിൽ അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പൊതുവെ കുറയാണ് ചെയ്യുക. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഡിക്രീസ് ചെയ്യുന്നു. അപ്പോ ഏറ്റവും കൂടുതൽ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയ ആളാരാണ്? ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയ ആള് ഫ്ലോറിൻ ആണ്. ഓർത്ത് വെക്കുക, ഫ്ലോറിൻ ആണ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. അതിന്റെ വാല്യൂ ഏകദേശം എത്ര വരുന്നത്? പോളിംഗ് സ്കെയിൽ പ്രകാരം 4 ആണ് അതിന്റെ വാല്യൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ക്രമം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് ഫ്ലോറിൻ, അത് കഴിഞ്ഞിട്ടാണ് എന്ത്? ഓക്സിജൻ വരുന്നത്, പിന്നെ നൈട്രജൻ. ഓക്കെ, പിന്നെ ആര് വരുന്നു? കാർബൺ. പിന്നെ ഹൈഡ്രജന്റെ നമുക്കറിയാം 2.1 ആണ്. അപ്പൊ ഫ്ലോറിൻ ഇസ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. എക്സാം സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് എന്ത്? ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ എലമെന്റ് ഏതാ ചോദിച്ചാൽ ഗ്രൂപ്പ് 17 ഫ്ലോറിൻ ആണ്. അപ്പൊ ഇത് മെഷർ ചെയ്യാനുള്ള ഒരു നമുക്ക് ഒരുപാട് പല സ്കെയിലുകളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോളിംഗ് സ്കെയിൽ ഉണ്ട്,
പോളിംഗ് സ്കെയില്, പിന്നെ മില്ലിഗൻ സ്കെയിൽ ഉണ്ട്, പിന്നെ ഏതാ ഓൾറഡ് റോഷോ സ്കെയിൽ. നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ളത് പോളിംഗ് സ്കെയിലും അതുപോലെ മില്ലിഗൻ സ്കെയിലും ഉണ്ട്. അതിന്റെ ജസ്റ്റ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ എന്തായാലും അതൊന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ട്രെൻഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ കാര്യത്തിൽ അക്രോസ് എ പീരീഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്, അതുപോലെ ഗ്രൂപ്പിലാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്. നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ടേബിൾ ചെയ്തതാണ്. നോക്കൂ, ആറ്റമിക് റേഡിയസ് അതുപോലെ അയോണിക് റേഡിയസ് ആവട്ടെ, മെറ്റാലിക് ക്യാരക്ടർ ആവട്ടെ, ഇതിന്റെ ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത്? പീരീഡിലാണെങ്കിൽ ഇത് രണ്ടും ഡിക്രീസ് ചെയ്യുന്നു, ഗ്രൂപ്പിലാണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ബാക്കി മൂന്നെണ്ണം, അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി, ദെൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇത് മൂന്നിന്റെ ട്രെൻഡ് എന്താ ഒരേപോലെ തന്നെ വരുന്നത്? പീരീഡിലാണെങ്കിൽ ഇത് മൂന്നും ഇൻക്രീസ് ചെയ്യുന്നു, ഗ്രൂപ്പിലാണെങ്കിൽ ഇത് മൂന്നും ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് പഠിച്ചാൽ തന്നെ അത് കമ്പയർ ചെയ്ത് ബാക്കി നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇതിന് പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടല്ലോ, അപ്പൊ ആ കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യാം, നോട്ട് ചെയ്യണം. എക്സാമിന് ആ കാര്യങ്ങൾ എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആ എക്സെപ്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞാലേ കറക്റ്റ് ആയിട്ട് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി മെഷർ ചെയ്യുന്ന സ്കെയിലുകളാണെന്ത് നമുക്കിനി നോക്കാനുള്ളത്. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞ ഒരുപാട് സ്കെയിലുകൾ ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് പോളിംഗ് സ്കെയില്, ദെൻ മുള്ളിഗൻ സ്കെയിലാണ് പഠിക്കാനുള്ളത്. പിന്നെ ബാക്കി ഓൾറെഡി സ്കെയില്, സാൻഡേഴ്സ് സ്കെയിലൊക്കെ ഉണ്ട്, അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തായാലും ആദ്യം പോളിംഗ് സ്കെയിൽ എന്താ നോക്കാം. ഇവിടെ പോളിംഗ് സ്കെയിൽ റിലേറ്റ് ചെയ്യുന്നത് എന്താ ചോദിച്ചാൽ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഏതിനുമായി റിലേറ്റ് ചെയ്യുന്നു? ബോണ്ട് എനർജീസുമായിട്ടാണ് ഇവിടെ റിലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് മതി കേട്ടോ, ഡെപ്തിൽ നോക്കേണ്ട കാര്യമില്ല. പോളിംഗ് സ്കെയിൽ റിലേറ്റഡ് ബോണ്ട് എനർജീസ് ടു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസസ്. ഇവിടെ അദ്ദേഹം നോട്ട് ചെയ്ത കാര്യം എന്താ ചോദിച്ചാൽ, ദ ബോണ്ട് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് ആറ്റംസ്, അതായത് എ ബി എന്ന ആറ്റം, ഇവർ തമ്മിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ആ എനർജി, അത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് സ്ട്രോങ്ങർ ദാൻ ആവറേജ് ബോണ്ട് എനർജി ഓഫ് എ ആൻഡ് ബി ബി ബോണ്ട്സ്. ഓക്കെ, അതായത് എ ബോണ്ട് ഉണ്ട്, ബി ബി ബോണ്ട് ഉണ്ട്. ഇതിന്റെ ആവറേജ് എനർജിനേക്കാൾ കൂടുതലാണ് എന്ത്? എ ബി ബോണ്ട് വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഈ ബോണ്ട് സ്ട്രെങ്ത് വരുന്നു? അപ്പൊ അത് നോട്ടീസ് ചെയ്തപ്പോഴാണ് എന്ത് അദ്ദേഹത്തിന് മനസ്സിലായത്, ഇവിടെ ഇവർ തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കിയത്. ദിസ് എക്സ്ട്രാ ബോണ്ട് എനർജി അറൈസസ് ഡ്യൂ ടു പോളാർ ക്യാരക്ടർ അല്ലെങ്കിൽ അയോണിക് ക്യാരക്ടർ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പൊ എയും ബിയും തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ബോണ്ട് സ്ട്രെങ്ത് കൂടാൻ അതിന് കാരണമാകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പോളാർ നേച്ചർ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ ഫാക്ടർ വരുന്നത് എന്താണ്? അദ്ദേഹം റിലേറ്റ് ചെയ്തത് ബോണ്ട് എനർജി എന്തായിട്ട് റിലേറ്റ് ചെയ്തത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ആയിട്ടാണ് അദ്ദേഹം ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും അതിന്റെ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്, അത് നോക്കാം. അപ്പൊ ഇവിടെ കൈ എ മൈനസ് കൈ ബി ഇതെന്താണ്? ഇതാണ് എയും ബിയും തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ്. ഓക്കെ, അല്ലെങ്കിൽ ഡെൽറ്റ കൈ എന്നൊക്കെ പറയാം. എന്തായാലും എന്താണ്, എയും ബിയും തമ്മിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. അപ്പൊ ഇവർ തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ് കൈ എ മൈനസ് കൈ ബി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താ? 0.208 റൂട്ട് ഡെൽറ്റ ആണ്. ഇനി എന്താണ് ഈ റൂട്ട് ഡെൽറ്റ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പൊളാരിറ്റിയിലെ ആ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ് ഡെൽറ്റ. അപ്പൊ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഡെൽറ്റ ഈക്വൽ ടു ഇ എ ബി മൈനസ് റൂട്ട് ഇ എ ഇൻറ്റു ഇ ബി ബി. ഇവിടെ ഇ എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എ ബി എന്നുള്ള ആ മോളിക്കൂളിന്റെ സമയത്തുള്ള ബോണ്ട് എനർജിയാണ്. ഓക്കെ, എ ബി ബോണ്ടിന്റെ എനർജിയാണ് എന്ത്? ഇ എ ബി. ഇനി ഇ എ എന്താണ്? എ ബോണ്ട് എനർജിയാണ് എന്ത്? ഇ എ. ഇ ബി ബി എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ ബി ബി ബോണ്ടിന്റെ എനർജിയാണ് എന്ത്? ഇ ബി ബി എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ കിലോ ജൂൾ പെർ മോളിലാണ് അളക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷൻ വരുന്നത്? കൈ എ മൈനസ് കൈ ബി ഈക്വൽ ടു 0.208 റൂട്ട് ഡെൽറ്റ വരുന്നത്. അതേസമയം അതിനെ ഇലക്ട്രോവോൾട്ടിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത്? 0.102 ഇൻറ്റു റൂട്ട് ഡെൽറ്റ ആണ് വരുന്നത്. ഇനി ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം, ഇ എ ബി മൈനസ് റൂട്ട് ഇ എ ഇൻറ്റു ഇ ബി ബി. ഇതിൽ ഇ എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ബോണ്ട് എനർജി ഓഫ് എ ബി ബോണ്ട്. ഇ ബി ബി എന്ന് പറഞ്ഞാൽ എന്താ? ബോണ്ട് എനർജീസ് ഓഫ് എ ആൻഡ് ബി ബി ബോണ്ട്സ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി, പൊളാരിറ്റി കാരണമുള്ള എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ് ഡെൽറ്റ. അപ്പൊ ഇങ്ങനെയാണ് അദ്ദേഹം എന്ത്, അല്ലെങ്കിൽ റിലേറ്റീവ് ആയിട്ടാണ് അദ്ദേഹം ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ വാല്യൂ വരുന്നത് എത്ര?
2.1 ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഹൈഡ്രജന്റെ വരുന്നത്. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ റെഫറൻസ് റിലേറ്റീവ് ആയിട്ടാണ് എന്ത് പോളിംഗ് സ്കെയിലിൽ നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യുന്നത്. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഇതിന്റെ ഓരോ എലമെന്റ്സിന്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ നമുക്ക് നോക്കാം. അത് ഏറ്റവും കുറവ് വരുന്നത് സീഷ്യത്തിനാണ്. 0.7 ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലെങ്കിൽ കൈന്റെ വാല്യൂ വരുന്നത്. പിന്നെ സോഡിയം ആണെങ്കിൽ 0.9, കാർബൺ 2.5, നൈട്രജന്റെ 0.3, ഓക്സിജന്റെ 3.5, ഫ്ലോറിൻ ആണ് ഏറ്റവും കൂടുതൽ. അത് പോളിംഗ് സ്കെയിൽ പ്രകാരം 4 ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് എലമെന്റ്സിന്റെ ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ എഴുതാൻ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് കാണപ്പടം പഠിക്കുന്നതുകൊണ്ട് ആ ഒരു ഓർഡർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കുകയാണ്, ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് പീരീഡ് എടുത്ത് നോക്കൂ. അതായത് നമ്മുടെ ഇപ്പോ ലീഥിയം, ബെറിലിയം, നോക്കൂ, ഇതാ ലീഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ. അപ്പൊ ഇതാണ് സെക്കൻഡ് പീരീഡ്. അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് എഴുതാൻ പറ്റും. അതായത് ഫ്ലോറിന്റെ എത്ര നമുക്കറിയാം, 4 ആണല്ലോ. പിന്നെ ഇനി ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യുക, 0.5 കുറച്ച് എഴുതിയാൽ മതി. അപ്പൊ ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്ര വരും, 3.5. ഇനി നൈട്രജന്റെ എത്ര, 3 വരും. കാർബണിൻ്റെത് 2.5, ബോറോണ്ടത് 2, ബെറിലിയത്തിൻ്റെത് 1.5, ലിഥിയത്തിൻ്റെത് 1. ഒന്നെങ്കിൽ ലിഥിയത്തിന്റെ 1 പഠിച്ചാൽ ബാക്കി എന്താ ചെയ്യുക, റൈറ്റിലോട്ട് എഴുതുമ്പോൾ നിങ്ങൾ 0.5 കൂട്ടി ചെയ്താൽ. ഇനിയല്ല ഫ്ലോറിൻ ആണ് വെച്ച് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഫ്ലോറിൻ്റെത് 4 ആണ്. അതിന് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ 0.5 കുറച്ച് എഴുതിയാൽ മതി. ഇനി അതേപോലെ നിങ്ങൾ തേർഡ് പീരീഡ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ എലമെന്റ്സ് ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ സോഡിയം, മാഗ്നീഷ്യം, അലുമിനിയം, അടുത്ത ആള് സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. അതിലേറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആളാരാണ് തേർഡ് പീരീഡിൽ ക്ലോറിൻ ആണ്. ക്ലോറിന്റെ വാല്യൂ വരുന്നത് 3 ആണ്. നേരത്തെ ഫ്ലോറിന്റെ 4 ആണെങ്കിൽ അതിന് 1 കുറച്ചാൽ മതി, 3. പിന്നെ ഓക്സിജൻ ആണ് മുകളിൽ ഉണ്ടായിരുന്നത്, അതിന്റെ 3.5 ആയിരുന്നു. അതിൽ നിന്ന് 1 കുറച്ചാൽ 2.5 ആണ് സൾഫറിന് വരുന്നത്. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ എഴുതേണ്ട എങ്ങനെ ചോദിച്ചാല്, ഇവിടെ എന്താണ് സോഡിയത്തിൻ്റെത് 0.9 ആണെന്ന് എടുക്കുക. ഓക്കെ, സോഡിയത്തിന്റെ 0.9 ആണ്. ബാക്കി അങ്ങോട്ട് 0.3 കൂട്ടി എഴുതിയാൽ മതി. അതായത് മഗ്നീഷ്യത്തിന് എത്ര വരും, 0.3 1.2 വരും. 0.3 കൂട്ടി. ഇനി അടുത്തത് അലുമിനിയത്തിന് എത്ര വരും, 1.5 വരും. സിലിക്കണ്ടത് 1.8, ഫോസ്ഫറസിൻ്റെത് 2.1. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒന്ന് എന്ത് ചെയ്യുക, ഒരു ഐഡിയപരമായിട്ട് നിങ്ങൾക്ക് ആണെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റും. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, പിന്നെ ഹൈഡ്രജന്റെ വാല്യൂ വരുന്നത് നോട്ട് ചെയ്യുക. ഹൈഡ്രജൻ എത്രയാണ് വരുന്നത്, ഇലക്ട്രോനെഗറ്റിവിറ്റി 2.1 ആണ്. ഈ വാല്യൂ പറയാൻ കാരണം നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ആ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് അനുസരിച്ച് അത് അയോണിക് ആണോ കോവാലന്റ് ബോണ്ട് ആണോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ സിഗ്നിഫിക്കൻസ്. അതായത് ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഡെൽറ്റ എക്സ് ലെസ് ദാൻ 0.4 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അവിടെ നോൺ പോളാർ കോവാലന്റ് ബോണ്ടാണെന്ന് പറയാൻ പറ്റും. അതേസമയം ഇതിന്റെ പോളാർ ആണെങ്കിൽ 0.4 ടു 1.7 വരെയൊക്കെ ആണെങ്കിൽ അതെന്താണ്, അവിടെ കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ പോളാർ കോവാലന്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ഇവരുടെ ഡിഫറൻസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ 1.7 ആണെങ്കിൽ അത് അയോണിക് ബോണ്ട് ആണ്. ഒരു എക്സാമ്പിൾ നോക്കൂ, നമ്മളിപ്പോ NaCl എടുക്കുക. NaCl നമുക്കറിയാം എന്താണ്, അയോണിക് ആണ്. അത് ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലെങ്കിൽ പോളിംഗ് സ്കെയിൽ പ്രകാരം നമുക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ Na വാല്യൂ എത്ര വരുന്നത്, Na ഇലക്ട്രോനെഗറ്റിവിറ്റി 0.9 ആണ് വരുന്നത്. ക്ലോറിന്റെ ആണെങ്കിൽ നമുക്കറിയാം എത്ര, ക്ലോറിൻ്റെത് ഏകദേശം 3 ആണ് വാല്യൂ വരുന്നത്. ഇനി ഇതിന്റെ ഡിഫറൻസ് ഡെൽറ്റ കൈ എടുത്ത് നോക്കൂ, എത്ര വരുന്നത്, 3 മൈനസ് 0.9, അതായത് 2.1 ആണ്. ഈ 2.1 ഗ്രേറ്റർ ദാൻ 1.7 അല്ലേ. നമുക്കറിയാം പോളിംഗ് സ്കെയിൽ പ്രകാരം ഡെൽറ്റ എക്സ് 1.7 കൂടുതലാണെങ്കിൽ ആ ബോണ്ട് എന്താണ്, അയോണിക് ബോണ്ട് ആണ്. മനസ്സിലായോ? ഇനി വേറെ എക്സാമ്പിൾ, ഇപ്പൊ CH ബോണ്ട്. ഇതെന്തായാലും നമുക്കറിയാം ഒരു എന്താണ് കോവാലന്റ് ബോണ്ട് ആണ്, കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട്. ഇത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാലോ. എങ്ങനെ നോക്കൂ, കാർബണിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എത്ര വരുന്നത്, കാർബണിൻ്റെത് 2.5 ആണ്. പിന്നെ ഹൈഡ്രജൻ ആണെങ്കിൽ 2.1 ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ, ഡെൽറ്റ കൈയുടെ വാല്യൂ വരുന്നത് എത്രയാണ്, 0.4 ആണ്. നമുക്കറിയാം 0.4 അല്ലെങ്കിൽ 1.7 കുറവാണെങ്കിൽ തന്നെ അതെന്താണ്, അത് കോവാലന്റ് ബോണ്ട് ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായല്ലോ?
അപ്പൊ ഇങ്ങനെ ഏത് മോളിക്കൂൾ കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ ബോണ്ട് കോവാലന്റ് ആണോ അല്ലെങ്കിൽ പോളാർ ആണോ നോൺ പോളാർ ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഈ പോളിംഗ് സ്കെയിൽ പ്രകാരം ഓരോ വാല്യൂ വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. ഓക്കെ അല്ലേ? അപ്പൊ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി വരുന്നത് ഫ്ലോറിൻ ആണ്, വാല്യൂ 4 ആണ് വരുന്നത്. ലോവസ്റ്റ് വരുന്നത് സീഷ്യ ആണ്, 0.7. ഇനി അടുത്ത സ്കെയിലാണ് മുള്ളിഗൻ സ്കെയിൽ. ഇവിടെ വരുന്നത് നോക്കുകയാണെങ്കിൽ ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ആൻ ആറ്റം ഈസ് ദ ആവറേജ് ഓഫ് ഇറ്റ്സ് അയണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി. ഇവിടെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ഡയറക്റ്റ് പ്രോപ്പർട്ടീസ് ആണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു എലമെന്റിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലെങ്കിൽ മുള്ളിഗൻ സ്കെയിൽ പ്രകാരം Km എന്ന് പറയുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ദ ആവറേജ് ഓഫ് അയണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. മനസ്സിലായല്ലോ? അപ്പോൾ IE+EA/2 ആണെന്ത് മുള്ളിഗൻ സ്കെയിൽ പ്രകാരം ഒരു എലമെന്റിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പൊ ഇനി ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടിലാണ് ഇത് നമ്മൾ എന്ത് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ Km ഇനി ഇലക്ട്രോൺ വോൾട്ട് എന്ത് വരും? ജസ്റ്റ് ആവറേജ് എടുത്താൽ മതി. IE+EA/2 അല്ലെങ്കിൽ അയണൈസേഷൻ എനർജിന്റെയും ഇലക്ട്രോൺ അഫിനിറ്റിന്റെയും ആവറേജ് എടുത്താൽ മതി. ഇനി ഇതിനെ കിലോ ജൂൾ പെർ മോളിലേക്കാണ് മാറ്റുന്നതെങ്കിൽ അവിടെ ജസ്റ്റ് എന്ത് ചെയ്യണം? ഒരു 96.49 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ വരും IE+EA/2 ഇൻറ്റു 96.49 ആണ് വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ഏത് എലമെന്റിന്റെയും അയണൈസേഷൻ എനർജി അതുപോലെ ഇലക്ട്രോൺ അഫിനിറ്റി കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് മുള്ളിഗൻ സ്കെയിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ എലമെന്റ്സിന്റെയും മുള്ളിഗൻ സ്കെയിൽ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതില് നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇവർ തമ്മിൽ ഡിഫറൻസ്, ഇപ്പൊ നമ്മൾ പോളിംഗ് സ്കെയിൽ പറഞ്ഞല്ലോ, അതും മുള്ളിഗൻ സ്കെയിലും നോക്കുകയാണെങ്കിൽ 2.8 ടൈംസ് ഡിഫറൻസ് വരുന്നുണ്ട് ഇവർ തമ്മിൽ. അതായത് പോളിംഗ് സ്കെയിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ മുള്ളിഗൻ സ്കെയിലിലെ വാല്യൂവിന്റെ ജസ്റ്റ് എന്ത് 2.8 ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അപ്രോക്സിമേറ്റ് ആട്ടോ, അല്ല എല്ലാത്തിനും കറക്റ്റ് കിട്ടുന്നൊന്നല്ല, ഒരു ആവറേജ് ഒരു എന്താ പറയാ അപ്രോക്സിമേറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ Kp എന്ന് പറഞ്ഞാൽ Km/2.8 ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം മുള്ളിഗൻ സ്കെയിലിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിംഗ് സ്കെയിലിലെ ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ 2.8 അപ്രോക്സിമേറ്റ്ലി 2.8 ടൈംസ് ആണെന്ന് പറയാം. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് കൺവേർഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടു കൺവേർട്ട് മുള്ളിഗൻ വാല്യൂസ് ടു പോളിംഗ്സ് എന്താണ്? Kp = Km/2.8. ഇവിടെ Km എന്ന് പറഞ്ഞാൽ മുള്ളിഗൻ സ്കെയിലിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്, Kp എന്ന് പറഞ്ഞാൽ പോളിംഗ് സ്കെയിലിലെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഫ്ലോറിന്റെ പോളിംഗ് സ്കെയിൽ വാല്യൂ എത്രയാണ്? 4 ആണ് വരുന്നത്. അത് പറഞ്ഞാൽ എന്താ? ഫ്ലോറിന്റെ മുള്ളിഗൻ സ്കെയിൽ വാല്യൂ ഏകദേശം എത്ര വരുന്നത്? 10.4 ആണ്. അപ്പൊ ഇതേ ബൈ 2.8 ചെയ്ത് ഏകദേശം എന്ത് 4 കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഈ ഒരു റിലേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് സ്കെയിൽ നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ, ഒരുപാട് പഠിക്കാനില്ല. അപ്പൊ ഈ ഒരു റിലേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മുള്ളിഗൻ സ്കെയിലിന്റെയും പോളിംഗ് സ്കെയിലിന്റെയും. പിന്നെ ഇവര് യൂസ് ചെയ്തത് ഏതൊക്കെ വെച്ചിട്ടാണ് നോക്കിയാൽ മതി. ഒന്നാമത്തത് എന്താ? ബോണ്ട് എനർജി ഡിഫറൻസ് വെച്ചിട്ടാണ് അദ്ദേഹം പോളിംഗ് സ്കെയിൽ നമ്മൾ ഫോം ചെയ്തതെങ്കിൽ മുള്ളിഗൻ സ്കെയിലിൽ ചെയ്യുന്നത് എന്താണ്? അയണൈസേഷൻ എനർജിന്റെയും ഇലക്ട്രോൺ അഫിനിറ്റിന്റെ ആവറേജ് എടുത്തിട്ടാണ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തതാണ്, അപ്പൊ ഇത്രയുള്ളത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. നമ്മൾ ഇത്രയും പറഞ്ഞിരുന്നു എന്താണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അല്ലെങ്കിൽ ഇത് അത്രയും ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോ എന്താണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്? നമുക്കറിയാം ഇസഡ് അല്ലെങ്കിൽ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ നെറ്റ് പോസിറ്റീവ് ചാർജ് ഫെൽറ്റ് ബൈ ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഓക്കെ, അതായത് ഒരു ഇലക്ട്രോൺ, ഇപ്പം നമുക്കറിയാം സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, ബാക്കി ഇലക്ട്രോൺസ് എന്താ ഷെല്ലിലായിട്ട് കിടക്കുന്നുണ്ട് പറഞ്ഞു. ഇതിലിപ്പോ ഈ ഇലക്ട്രോൺസിന് ഇവിടെ എന്ത് ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് അല്ലേ? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഈ ഇലക്ട്രോൺസിന് എത്രമാത്രം അട്രാക്ഷൻ അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഇപ്പൊ 10 പ്രോട്ടോൺ, നമുക്കറിയാം ന്യൂക്ലിയസിൽ എന്താ പ്രോട്ടോൺസ് ആണല്ലോ പോസിറ്റീവ് ചാർജ് ചെയ്യുന്നത്. ഇവിടെ 10 പ്രോട്ടോൺ ഉണ്ട്. ഇവിടെ ഈ ഇലക്ട്രോണിന് അല്ലെങ്കിൽ ഇവിടെ ഓരോ ഷെൽ ഇലക്ട്രോൺസിന് എന്ത് ഒരേ അട്രാക്ഷൻ അല്ലേ വരുന്നത്? മനസ്സിലായോ? അതായത് ഇവിടെ എന്താ അട്രാക്ഷൻ, ഇവിടെ സ്ക്രീനിങ് എഫക്റ്റ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ബാധിക്കുന്നുണ്ട്. ഈ ഷെല്ലില് ഇപ്പൊ ഈ ഔട്ടർ ഷെല്ലിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടത്തെ എന്ത് ചെയ്യും? ഇന്നർ ഷെല്ലിലെ ഇലക്ട്രോൺസ് ഒക്കെ ഇതിനെ ഷീൽഡ് ചെയ്യുന്നുണ്ട്. സ്വാഭാവിക ഷീൽഡിങ് എഫക്റ്റ് കൂടുകയാണെങ്കിൽ ഇവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയാണ് ചെയ്യുക. മനസ്സിലായോ? അപ്പോ നമ്മൾ ഇവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പറഞ്ഞാൽ എന്താ?
is the net positive charge felt by an electron in an atom after accounting for the shielding or screening. അതായത് മറ്റ് ഇലക്ട്രോൺസിന്റെ സ്ക്രീനിങ്ങോ അല്ലെങ്കിൽ ഷീൽഡിങ് എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ആ എഫക്റ്റ് കുറച്ച് കിട്ടുന്ന ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഫീൽ ചെയ്യുന്ന പോസിറ്റീവ് ചാർജിനെ നമ്മൾ എന്ത് വിളിക്കുക? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇസഡ് എഫക്റ്റീവ് ഈക്വൽ ടു ഇസഡ് മൈനസ് എസ്. ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രോട്ടോൺ നമ്പർ അല്ലെങ്കിൽ ആക്ച്വൽ ന്യൂക്ലിയർ ചാർജ് ആണ് എന്ത് ഇസഡ് ഉദ്ദേശിക്കുന്നത്. എസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ക്രീനിങ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്ത് ഷീൽഡിങ് കോൺസ്റ്റന്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഓരോ ഇലക്ട്രോൺസിനും അല്ലെങ്കിൽ ഓരോ ഷെൽ ഇലക്ട്രോൺസിനും അതിന്റെ ഷീൽഡിങ് കോൺസ്റ്റന്റ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതിനനുസരിച്ച് ഇവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓരോ ഇലക്ട്രോൺസിനെയും വ്യത്യാസപ്പെടും. അത് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ അല്ലേ? അപ്പം ഈ റിലേഷൻ ജസ്റ്റ് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇസഡ് എഫക്റ്റീവ് ഈക്വൽ ടു ഇസഡ് മൈനസ് എസ്. ഇസഡ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ലെങ്കിൽ ആക്ച്വൽ ഇലക്ട്രിക് ന്യൂക്ലിയർ ചാർജ്. ദെൻ എസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷീൽഡിങ്, ആ ഇലക്ട്രോണിനെ അഫക്ട് ചെയ്യുന്ന ഷീൽഡിങ് കോൺസ്റ്റന്റ് ആണ്. അപ്പോ ഈ എസിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓരോ ഇലക്ട്രോൺസിനും. അതിപ്പോ 1s ഇലക്ട്രോണിന്റെ അത്ര അതിലേറെ എന്തുണ്ടാവും? ഷീൽഡിങ് ആർക്ക് ഉണ്ടാവും? 2s ഉണ്ടാവും അല്ലെങ്കിൽ 2p ഉണ്ടാവും. അതിലേറെ എന്തുണ്ടാവും? 3dക്കും 4dക്കും ഒക്കെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ആ ഷീൽഡിങ് കോൺസ്റ്റന്റ് എസ് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ എസ് കണ്ടുപിടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന റൂളാണ് ഇത് സ്ലൈറ്റർ റൂൾ. ഓക്കെ, സ്ലൈറ്റർ റൂള് വെച്ചിട്ടാണ് നമ്മൾ എന്ത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കണ്ടുപിടിക്കുന്നത്. അതായത് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ലൈറ്റർ റൂൾ പ്രകാരം എസ് കണ്ടുപിടിക്കാൻ പറ്റും. എസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇസഡിൽ നിന്ന് എസ് കുറച്ചാൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കിട്ടും. അപ്പൊ അത് കണ്ടുപിടിക്കുന്ന ആ റിലേഷൻ ആണ് സ്ലൈറ്റർ റൂൾ എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സ്ലൈറ്റർ റൂൾ ആണ്. അതിനു മുമ്പ് നമ്മൾ നേരത്തെ നോക്കിയത് തന്നെയാണ് ഈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിന്റെ ഇമ്പോർട്ടൻസ്. നമുക്കറിയാം, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കൂടുതൽ ന്യൂക്ലിയസിനോട് കൂടുതൽ അട്രാക്ട് ചെയ്ത് നോക്കും അല്ലെങ്കിൽ കൂടുതൽ ബൗണ്ട് ചെയ്ത് നോക്കും. സ്വാഭാവികമായിട്ടും അവിടെ ആറ്റമിക് റേഡിയസ് കുറയും അല്ലെങ്കിൽ ആറ്റമിക് സൈസ് കുറയുന്നു. പിന്നെ ഹയർ അയണൈസേഷൻ എനർജിക്ക് എന്താ സംഭവിക്കുക? അയണൈസേഷൻ എനർജി ആണെങ്കിൽ കൂടും. അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഒക്കെ കൂടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? അതേപോലെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺസ് സ്വാഭാവികമായിട്ടും ലൂസ്ലി ബോണ്ടഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ആറ്റോമിക് സൈസ് എന്താണ് ചെയ്യുക? കൂടുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ആറ്റോമിക് സൈസ് കൂടുന്നു. അയണൈസേഷൻ എനർജി കുറയാണ് ചെയ്യുന്നത്. അതായത് അവിടെ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്ന സമയത്താണ് എന്ത്, അല്ലെങ്കിൽ ലോവർ ഇസഡ് എഫക്റ്റ് ആണെങ്കിൽ അവിടെ മെറ്റാലിക് ക്യാരക്ടർ കൂടും. അപ്പൊ ഇതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. അത് നമുക്കിനി എന്ത് ചെയ്യാം? ജസ്റ്റ് പിന്നെ ഷീൽഡിങ് എന്താ നിങ്ങൾക്ക് അറിയാലോ. ഷീൽഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നർ ഇലക്ട്രോൺസ് ബ്ലോക്ക് ചെയ്യും. ആരെ? ഔട്ടർ ഇലക്ട്രോൺസിനെ ഇന്നർ ഇലക്ട്രോൺസ് ബ്ലോക്ക് ചെയ്യുന്ന ആ ഇതിനെയാണ് നമ്മൾ ഷീൽഡിങ് അല്ലെങ്കിൽ സ്ക്രീനിങ് എന്ന് പറയുന്നത്. പിന്നെ പെനിട്രേഷൻ എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം, ഈ ഓർബിറ്റലിന്റെ ഷേപ്പ് ഇപ്പൊ SPDF, ഇവിടെ എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് എന്താണ്? പൊതുവെ സിമെട്രിക്കൽ ആണല്ലോ, സ്പെറിക്കൽ ഷേപ്പ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ പെനിട്രേഷൻ പവർ എസ് ഓർബിറ്റലിന് കൂടുതലാണ്. അതേസമയം അതിനേക്കാൾ കുറവാണ് ആർക്ക് വരിക? പി ഓർബിറ്റലിന് വരുന്നത്. അപ്പൊ പെനിട്രേഷൻ പവർ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നോക്കുക, പെനിട്രേഷൻ പവർ ആർക്കാണ്? ഇപ്പൊ നിങ്ങൾ 2sഉം 2p എടുക്കുകയാണെങ്കിൽ ഇവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ പെനിട്രേഷൻ പവർ കൂടുതൽ ആർക്കാണ്? 2sനാണ്. ആരേക്കാൾ? 2pയേക്കാൾ. കാരണം എന്താ? ഇതിന്റെ ആ ഷേപ്പ് അല്ലെങ്കിൽ ആ സിമെട്രി കാരണമാണ് അങ്ങനെ വരുന്നത്. ഇനിയിപ്പോ അതുപോലെ നിങ്ങൾ എന്ത്, ഇപ്പൊ 3 ഓർബിറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കുറവ് ആർക്കാണ് പെനിട്രേഷൻ പവർ ഉള്ളത്? ഡി ഓർബിറ്റലിനാണ്. അതേസമയം അതിനേക്കാൾ കൂടുതലാണ് പി ഓർബിറ്റൽ വരുന്നത്. അതിനേക്കാൾ ഏറ്റവും കൂടുതലാണ് ആർക്ക്? 3sന് വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പൊ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ഒന്ന് ഷീൽഡിങ്, ദെൻ പെനിട്രേഷൻ പവർ. ഇനി അടുത്തതാണ് സ്ലൈറ്റർ റൂൾ. സ്ലൈറ്റർ റൂൾ പറയുന്നത് എന്താ? ഇത് പ്രൊപ്പോസ് ചെയ്തത് ജോൺ സ്ലൈറ്റർ 1930. സോ this is used to calculate shielding constant S and hence the effective nuclear charge. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഈ സ്ക്രീനിങ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഷീൽഡിങ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അത് പറയുന്ന അതിന്റെ ഓരോ റൂൾസ് ആണ് സ്ലൈറ്റർ റൂൾ പറയുന്നത്. അപ്പൊ നോക്കാം. ഒന്നാമത് ചെയ്യേണ്ട മെത്തേഡ് എന്താ ചോദിച്ചാൽ, നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട ഇലക്ട്രോൺസിന്റെ എന്ത് ചെയ്യണം? ആ എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. എഴുതിയിട്ട് അതിനെ ഗ്രൂപ്പായി മാറ്റാം. അപ്പൊ നോക്കൂ, 1s ഒരു ഗ്രൂപ്പാണ്, ദെൻ 2s 2p ഒരു ഗ്രൂപ്പ് ആക്കുക, ദെൻ 3s 3p വേറെ ഗ്രൂപ്പ്, 3dനെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കി മാറ്റണം. അത് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് 4sഉം 4pയും ഒരുമിച്ചാക്കുക.
ദെൻ 4D ഒരു ഗ്രൂപ്പ്, 4F ഒരു ഗ്രൂപ്പാണ്, സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോ ഇനി എന്താ പറയാ 5S 5P എന്താണ് ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി 5D ഉണ്ടെങ്കിൽ 5D എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കണം. 5Fനെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കണം. അപ്പൊ അങ്ങനെ പോകുന്നു. അപ്പൊ ഗ്രൂപ്പിംഗ് ആക്കാൻ മീൻസ് എന്താ, ജസ്റ്റ് നിങ്ങൾ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താ, എന്നിട്ട് അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ഇതേപോലെ ഈ പറഞ്ഞ രീതിയിൽ ഗ്രൂപ്പ് ആക്കി മാറ്റണം. പ്രത്യേകം നോട്ട് ചെയ്യുക, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 4S കഴിഞ്ഞിട്ടാണ് 3D എഴുതാറുള്ളത് അല്ലേ. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്താ, ഇവിടെ ഫസ്റ്റ് 3D കഴിഞ്ഞിട്ടാണ് പിന്നെ 4S 4P ഒക്കെ വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് ഗ്രൂപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത മെത്തേഡ് എന്താ, നമുക്ക് ഏത് ഇലക്ട്രോൺ ആണോ വേണ്ടത്, ഇപ്പൊ 2Pയിലെ ഇലക്ട്രോൺ ആണോ വേണമെങ്കിൽ അത് നമ്മൾ നമുക്ക് വേണം. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഏത് ഇലക്ട്രോണിന്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കാണേണ്ടത് അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്താ, അടുത്ത സ്റ്റെപ്പ് ഇവിടെ ഈ ഇതിന്റെ ഓരോന്നിലും എത്ര വാല്യൂ വരുന്നു അല്ലെങ്കിൽ ഷീൽഡിങ് എത്ര വരുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ അത് ഓരോന്നിലും, അതുപോലെ NSലും NPയിലും എന്താണ്, അതിലൊരു വേറെ രീതിയാണ്. അതുപോലെ Dയിലും Fയിലും എഫക്ട് ചെയ്യുന്ന രീതി വേറെയാണ്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന രീതിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നത് NS-NP ഓർബിറ്റിലാണെങ്കിൽ, അതായത് ഇപ്പൊ 3S 3P ഒരു ഗ്രൂപ്പ് ആണല്ലോ. അപ്പൊ ഈ ഒരു കേസ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറയുന്നത്. അപ്പൊ നോക്കൂ, NS-NP ഓർബിറ്റിലാണെങ്കിൽ ഇവിടെ നമ്മൾ ആ ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് നോക്കുകയാണെങ്കിൽ സെയിം ഗ്രൂപ്പ് ആണെങ്കിൽ, ഇലക്ട്രോൺസ് സെയിം ഗ്രൂപ്പ് ആണെങ്കിൽ അത് ഓരോന്ന് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എസിലേക്ക്, 0.35 ആണ് ഓരോന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ 3P4 ഉണ്ട് വിചാരിക്കുക, 3P4 ആണ്, അല്ലെങ്കിൽ 3P ഓർബിറ്റൽ ഷീൽഡിംഗ് ആണ് ഈ കാണേണ്ടത്. അപ്പൊ ഇവിടെ ബാക്കി 4 ഇലക്ട്രോൺസ് ഉണ്ട്, അതിൽ ഒരു ഇലക്ട്രോൺസിന്റെ ഷീൽഡിംഗ് ആണ് ഈ കാണേണ്ടത്. അതായത് ഷീൽഡിംഗ് അല്ല, എനിക്ക് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കാണേണ്ടത്. അപ്പൊ ബാക്കി ഇലക്ട്രോൺസ് എത്ര ഉണ്ട്, 3Sൽ 2, 3Pയിൽ 4, അങ്ങനെ മൊത്തത്തിൽ 6 ഉണ്ട്. അതിലെന്ത് നമുക്ക് 5 മതി അല്ലേ, 5 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ 5 × 0.35 ചെയ്താൽ എന്ത് കിട്ടും, അവിടുത്തെ ഷീൽഡിങ് കിട്ടും. ഇനി അടുത്ത് നോക്കുക, അതിന് മുമ്പത്തെ ഷെല്ല് ഉണ്ടാവുമല്ലോ, പെനൾട്ടിമേറ്റ് ഷെല്ലില്ലേ, N-1 ഷെല്ലില്ലേ, അതായത് 2S ഉണ്ടാവും, 2P ഉണ്ടാവും. ഈ ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ എത്ര വരുന്നത്, ഓരോന്നും 0.85 ആണ് അതിന്റെ ഷീൽഡിങ് കോൺസ്റ്റന്റ് വരുന്നത്. ഇനി അടുത്ത് നോക്കൂ, ഇനി അതിനു മുമ്പ് വേറെ ഷെല്ല് ഉണ്ട്, അതായത് 1S ഉണ്ട് എങ്കിൽ, N-2 ഷെല്ല് അല്ലെങ്കിൽ അതിന് വേറെ ഇനി ചെറിയ ഷെല്ലുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറയാം എന്താ, അത് ഓരോ ഇലക്ട്രോൺസും ഒരു 1 വെച്ചിട്ടാണ് എന്ത് അതിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ നോക്കുക 1S 2S 3S, ജസ്റ്റ് ഓരോ ഷെല്ലുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ 1, ഇത് 2, ഇത് 3, 4th 5th ഷെല്ല്. ഇപ്പൊ എനിക്ക് എന്ത് 4th ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, 4th ഷെല്ലിൽ ഇലക്ട്രോൺസ് ആണെങ്കിൽ, അപ്പൊ ഇതിൽ ബാക്കി ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഈ ബാക്കി ഇലക്ട്രോൺസിന്റെ കോൺട്രിബ്യൂഷൻ എത്ര വരും, ബാക്കി ഇലക്ട്രോൺസിന്റെ വരുന്നത് 0.35 ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ ഷെല്ലില്ലേ, ഈ മുമ്പത്തെ ഷെല്ല് എത്രയാണോ, N-1, ഇത് 4th ഷെല്ലാണ് എടുക്കുന്നതെങ്കിൽ മുമ്പത്തെ ഷെല്ല് അറിയുമ്പോൾ എത്ര 3rd ഷെല്ലാണ്, അതിന്റെ കോൺട്രിബ്യൂഷൻ, അതിലെ ഇലക്ട്രോൺസിന്റെ കോൺട്രിബ്യൂഷൻ എത്ര വരും, 0.85 വരും. ഇനി അതിന്റെ മുമ്പിലെ ഷെല്ല് ഉണ്ടല്ലോ, അതാണ് സെക്കൻഡ് ഷെല്ല്, ഇതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, 1 ആണ്. അപ്പൊ ഇനി അതിന് മുമ്പ് എത്ര ഷെല്ലുണ്ടോ അതിലൊക്കെ ഇലക്ട്രോൺസിന്റെ കോൺട്രിബ്യൂഷൻ എത്ര വരും, 1 ആണ് വരുന്നത്. ഇതാണ് Nലെയും Pയിലെയും ട്രെൻഡ് വരുന്നത്, സോറി Sലെയും Pയിലും ട്രെൻഡ് വരുന്നത്. ഇനി നിങ്ങൾ എന്ത് Dയിലും അതുപോലെ Fയിലും ആണെങ്കിൽ, അതായത് 4D അതുപോലെ 4F ആണെങ്കിൽ അതിൽ ഇലക്ട്രോൺസിന്റെ ഷീൽഡിംഗ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആണെങ്കിൽ അവിടെ 0.35 ആണ് ഓരോന്നിന്റെ കോൺട്രിബ്യൂഷൻ. പിന്നെ ബാക്കി അതിന് തൊട്ടുമുമ്പുള്ള എത്ര ഷെൽ ഉണ്ടെങ്കിലും അതിലെ ഇലക്ട്രോൺസിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ എത്ര വരുന്നത്, 1 ആണ് ഷീൽഡിങ്ങിലേക്ക് അതിന്റെ വാല്യൂ വരുന്നത്. മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ എന്താ ഹയർ ഓർബിറ്റൽസിന്റെ കാര്യം നമ്മൾ നോക്കുന്നില്ല. കാരണം എന്താ, നമുക്കിപ്പോ ഇവിടെ ഈ ഇലക്ട്രോൺസിനെ സംബന്ധിച്ച് ഷീൽഡിങ് ആര് മാത്രമേ വരുള്ളൂ, ഈ ഉള്ളിലുള്ള ആൾ മാത്രമേ ഷീൽഡിങ് തരുള്ളൂ, അല്ലാണ്ട് ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസ് ഒക്കെ എന്തെങ്കിലും തരുന്നുണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ അതിന്റെ ഒന്നും നമ്മൾ എന്ത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഷീൽഡിങ് നോക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടുമ്പത്തെ അല്ലെങ്കിൽ ആ ഷെല്ലും അതുപോലെ അതിന് തൊട്ടുമ്പത്തെ ഷെല്ലുമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ഡിന്റെയും എഫിന്റെയും കേസ് ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ, നോക്കേണ്ട കാര്യം ഒന്നുമില്ല, ആ സെയിം ഷെല്ലാണെങ്കിൽ നമ്മൾ എന്ത് 0.35 ആണ്, 0.35 ആണ് ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ വരുന്നത്. ബാക്കി ഓരോ ഷെല്ല് എത്ര അതിൽ ഇലക്ട്രോൺസ് ഒക്കെ 1 വെച്ചിട്ടാണ് അതിന്റെ കോൺട്രിബ്യൂഷൻ.
നമുക്കൊരു എക്സാമ്പിൾ ചെയ്താൽ എന്ത് ഈ ഐഡിയ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അയോണിന്റെ കേസാണ്. ഓക്കെ, അയണിന്റെ കേസ്, അത് അയണിന്റെ ആറ്റമിക് നമ്പർ എത്രയാണ്? 26 ആണല്ലോ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അയണിന്റെ 3D ഇലക്ട്രോണിലെ അതിന്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് അതിന്റെ കോൺഫിഗറേഷൻ എഴുതണം. അപ്പൊ അയണിന്റെ കോൺഫിഗറേഷൻ എഴുതാണെങ്കിൽ നമുക്കറിയാം ആർഗൺ 26 അല്ലേ, ആർഗൺ വരെ 18 വരും, ബാക്കി 3d6ഉം 4s2ഉം 26 ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് എന്താ ചോദിച്ചാല്, ഇവിടെ നമുക്കറിയാം എഫും അതുപോലെ ഡിയും ആണല്ലോ വേണ്ടത്. അപ്പൊ ഇവിടെ ഈ കേസിലാണെങ്കിൽ ഇവിടെ ഡി ആണ്. ഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഡീനെ നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കി, പിന്നെ 4s2. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ 3Dയിൽ ബാക്കി ഇലക്ട്രോൺസ് എത്ര ഉണ്ട്? എനിക്ക് 5 ഇലക്ട്രോൺസ് ബാക്കി കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഓരോന്നും 0.35 ആണ് വരുന്നത്. അപ്പൊ അതിന് മൾട്ടിപ്ലൈ ചെയ്ത് 5 × 0.35 ചെയ്തു. അപ്പൊ എനിക്ക് എത്ര കിട്ടി? 1.75 ആണ് വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, 4s2 ഇവിടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടോ? ഇല്ല. സ്ലേറ്റ് റൂൾ പ്രകാരം ഇതെന്താ 3D കഴിഞ്ഞിട്ടാണ് 4s വരുന്നത്. അതുകൊണ്ട് എന്ത് 4sന് ഇവിടെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കി. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺസ് കിടക്കുന്നുണ്ട്? അതെനിക്ക് എത്ര വരും? ഒന്ന് വെച്ചിട്ടാണ് അതിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ ഇവിടെ ബാക്കി എത്ര? 18 ഇലക്ട്രോൺസ് ആണ് ബാക്കി വരുന്നത്. അത് ഈ ഓരോ 18 എന്ത് 1 വെച്ച് ചെയ്യുമ്പം 18 വാല്യൂ വരിക അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ എസിന്റെ വാല്യൂ എത്ര വരും? ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന 1.75ഉം 18ഉം പാടെ കൂട്ടി നമുക്ക് എത്ര കിട്ടും? 19.75. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എസിന്റെ വാല്യൂ 19.75 ആണ് വന്നത്. അങ്ങനെയെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ZF എന്ത് വരും? ഈക്വൽ ടു Z - S. അപ്പൊ ഈ കേസിൽ Z നമുക്കറിയാം 26 ആണ്, എസിന്റെ വാല്യൂ 19.75. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 6.25. അതായത് നമ്മുടെ അയണിലെ 3D ഇലക്ട്രോണെ സംബന്ധിച്ച് എത്ര കോൺട്രിബ്യൂഷൻ വരുന്നുള്ളൂ, അല്ലെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എത്ര വരുന്നുള്ളൂ? 6.25 വരുന്നുള്ളൂ. മനസ്സിലാക്കുക. നമ്മള് നോർമൽ കേസിൽ നമ്മൾ ചിന്തിച്ചു പോകാൻ എന്താ, ഇതിലെല്ലാത്തിനും എല്ലാ ഇലക്ട്രോൺസിനും ഈ 26 തന്നെ കോൺട്രിബ്യൂഷൻ വരുന്ന അല്ല. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായത് എന്താ? ഇവിടെ 19.75 എന്ത് ഷീൽഡിങ്ങിനെ വരുന്നുണ്ട്. അപ്പൊ ബാക്കി 3D ഇലക്ട്രോൺസിന് ശരിക്കും എത്ര വരുന്നുള്ളൂ? 6.25 മാത്രമേ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വരുന്നുള്ളൂ. അപ്പൊ അത്ര മാത്രമേ പുള്ളിങ് അതിനുള്ളൂ എന്ന് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ? ഇനിയെങ്കിൽ നിങ്ങൾ ഒരു വേറെ എക്സാമ്പിൾ ചെയ്ത് നോക്കൂ. ഇനി ഇതേപോലെ ഒരു ഓക്സിജന്റെ കേസ് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ, എത്ര വരിക? ഓക്സിജന്റെ കേസ് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് 2p ഓക്സിജന്റെ അല്ലെങ്കിൽ ഓക്സിജന്റെ 2p ഇലക്ട്രോൺസിന്റെ കേസാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്ത് ചെയ്യണം? ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണ്ടേ? അതെന്ത് വരും? ഓക്സിജനിൽ 8 ഇലക്ട്രോൺ അല്ല. അപ്പൊ നമുക്ക് എഴുതാം 1s2 2s2 2p4. ഇങ്ങനെയാണല്ലോ നമ്മളിപ്പോ കോൺഫിഗറേഷൻ എഴുതി. ഇനി അടുത്ത എന്താ? സ്ലേറ്റർ റൂൾ പ്രകാരം അതിനെ ഗ്രൂപ്പ് ചെയ്യണം. അതായത് നമുക്കറിയാം 1s എന്ത് ചെയ്യണം? അത് ഒരു ഗ്രൂപ്പ്, പിന്നെ 2s ഉം 2p എന്താ ഒരു ഗ്രൂപ്പ് അല്ലേ? അപ്പൊ അതിനെ ഒരുമിച്ച് എഴുതി 2s2 2p4. പിന്നെ ബാക്കി 3D ഒന്നും ഇവിടെ വരുന്നില്ലല്ലോ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 2pയിലാണ് കണ്ടുപിടിക്കേണ്ടത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അതുകൊണ്ട് ഇവിടെ 2pയിലെ ഓരോന്ന്, അല്ലെങ്കിൽ എന്ത് ഈ സെക്കൻഡ് ഗ്രൂപ്പിൽ ഓരോന്ന് കോൺട്രിബ്യൂഷൻ എത്ര വരും? 0.35 ആണ് വരുന്നത്. അപ്പൊ 0.35 ഇൻറ്റു ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഉള്ളത്. അതില് ബാക്കി നമ്മൾ എത്ര 5 ഇലക്ട്രോൺസിന്റെ ആണല്ലോ കോൺട്രിബ്യൂഷൻ വരിക. അപ്പൊ 5 ഇൻറ്റു 0.35 ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പൊ 5 ഇൻറ്റു 0.35 ചെയ്യുന്നു. അതേപോലെ ബാക്കി നമ്മൾ പഠിച്ച റൂൾ എന്താ? അടുത്തത് ഇത് 2s ആണ്. സെയിം ഗ്രൂപ്പ് ആണെങ്കിൽ 0.35. പിന്നെ അതിന് തൊട്ടുമ്പത്തെ ഗ്രൂപ്പ് പറഞ്ഞാൽ ഏതാണ്? 1s2 ആണ് വരുന്നത്. 1s2 അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ 2നെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 0.85 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ തമ്മിൽ ചെയ്യുമ്പോൾ എത്ര വരിക? നിങ്ങൾ കൂട്ടി നോക്കുക. അപ്പോൾ എസിന്റെ വാല്യൂ ഓക്സിജന്റെ കേസിൽ എത്ര വരും? നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ യെസ്, ഒന്ന് സെയിം ഗ്രൂപ്പ് എന്ന് 1.75 വരും. അതേ പ്ലസ് 1s 2 ഇലക്ട്രോൺസിന്റെ 2 × 0.85, അപ്പം 1.7 വരും. ടോട്ടൽ ചെയ്യുമ്പോൾ 3.45 ആണെന്ത് ഷീൽഡിംഗ് കോൺസ്റ്റന്റ് വരുന്നത്. അങ്ങനെയെങ്കിൽ 2p ഓർബിറ്റലിലെ ഇലക്ട്രോൺസിന്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കണ്ടുപിടിക്കാം. എന്ത് വരും? എഫക്റ്റീവ് ഈക്വൽ ടു Z - S. ഇവിടെ നമുക്കറിയാം ഓക്സിജന്റെ Z എത്രയാണ്? Z 8 ആണ്. 8 -
3.45. അത് ചെയ്യുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് 4.55 ആണ് വരുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഏത് ഇലക്ട്രോണിന്റെയും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, 1s മാത്രമാണ് ചോദിച്ചതെങ്കിൽ ഇപ്പൊ നിങ്ങൾ 1s2 മാത്രമാണ് ചോദിച്ചത്, അങ്ങനെയെങ്കിൽ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ എത്രയാണ് കോൺട്രിബ്യൂഷൻ വരുന്നത് ചോദിച്ചാൽ ഇവിടെ 0.3 ആണ് വരുന്നത് കേട്ടോ. അതൊരു എക്സെപ്ഷൻ ആണ്, ജസ്റ്റ് നോട്ട് ചെയ്യുക. 1s ഓർബിറ്റിലാണെങ്കിൽ അവിടെ എന്താണ് എസിന്റെ വാല്യൂ, അവിടെ ഓരോ ഇലക്ട്രോണും 0.3 ആണ് അതിന്റെ കോൺട്രിബ്യൂഷൻ വരിക എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, മാറിപ്പോരുത്. അപ്പൊ ഇത്രയാണ് നമുക്ക് സ്ലേറ്റർ റൂള് പറയാനുള്ളത്. അപ്പൊ ഇത് വെച്ച് മേ ബി നിങ്ങളോട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഇനി ഇതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് അല്ലേ. അതെന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ്? നിങ്ങൾക്കറിയാം എന്താ? ഇസ് ദ refers to the similarity in chemical properties between diagonally adjacent elements in second and third period of periodic table. അതായത് സെക്കൻഡും തേർഡും പീരീഡുകൾ തമ്മിലുള്ള ഇവർ തമ്മിൽ എന്ത് ഡയഗണൽ ഈ എലമെന്റ്സുകൾ തമ്മിൽ എന്ത് ഒരു സിമിലാരിറ്റി കാണുന്നുണ്ട്. അതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോ സെക്കൻഡ് പീരീഡിലെ ലിഥിയവും തേർഡിലെ മാഗ്നീഷ്യം തമ്മിൽ എന്ത് ഒരു സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അതുപോലെ ബെറിലിയവും അലുമിനിയവും തമ്മിൽ, ദെൻ ബോറോൺ, സിലിക്കൺ ഇവർ തമ്മിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സിമിലാരിറ്റി കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് പറയുന്നത്. നമുക്ക് എന്തായാലും അത് ഒന്ന് നോക്കാം. അപ്പൊ എന്തുകൊണ്ട് അപ്പം ഈ ഒരു ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി ഏതിലൊക്കെ സിമിലർ ആയിട്ട് വരുന്നത്? ഒന്ന് ഇതിന്റെ അയൺ സൈസ് നോക്കുകയാണെങ്കിൽ അയോണിക് സൈസ് എന്താണ് സിമിലർ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ചാർജ് ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചാർജ് ബൈ സൈസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ എന്താണ് സിമിലാരിറ്റി വരുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആവട്ടെ, പോളറൈസിങ് പവർ ആവട്ടെ, ഇലക്ട്രോണിക് അഫിനിറ്റി ആവട്ടെ, ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആവട്ടെ, ഇതിലൊക്കെ ഒരു സിമിലാരിറ്റി കാണപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഏതൊക്കെയാണ് ഡയഗണൽ എലമെന്റ്സ് പറയൂ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ സെക്കൻഡ് പീരീഡിൽ നോക്കൂ. നമ്മൾ സെക്കൻഡ് പീരീഡ് ഇപ്പൊ ലിഥിയം, പിന്നെ ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഓക്കെ അങ്ങനെ പോകുന്നു. ഇനി തേർഡ് പീരീഡ് ആണെങ്കിലോ, തേർഡ് പീരീഡിലെ എലമെന്റ്സ് ഏതൊക്കെ? സോഡിയം, മാഗ്നീഷ്യം, ദെൻ അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ദെൻ ക്ലോറിൻ, അങ്ങനെ പോകും. അപ്പൊ നമുക്കിവിടെ ഡയഗണൽ റിലേഷൻഷിപ്പ് എങ്ങനെ വരുന്നത്? യെസ്, അതായത് ഈ ലിഥിയവും മാഗ്നീഷ്യവും തമ്മിൽ എന്ത് ഡയഗണൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. ബെറിലിയവും അലുമിനിയം തമ്മിൽ, ബോറോണും സിലിക്കണും തമ്മിൽ, ദെൻ കാർബണും ഫോസ്ഫറസും തമ്മിൽ, നൈട്രജനും സൾഫറും തമ്മിൽ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് തന്നിരിക്കുന്നവയിൽ ഏതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു പീരീഡ് കറക്റ്റ് എലമെന്റ്സ് അറിയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് എഴുതി വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഇത് കാണാപ്പാടം പഠിച്ചാൽ മതി. എന്തായാലും ഈ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയെന്ന് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ലിഥിയോ മാഗ്നീഷ്യവും, ബെറിലിയോ അലുമിനിയവും, ദെൻ ബോറോൺ സിലിക്കൺ, കാർബൺ ഫോസ്ഫറസ്, നൈട്രജന് സൾഫർ. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ഈ പറഞ്ഞ ഇതിന്റെയൊക്കെ ലിഥിയത്തിന്റെ മാഗ്നീഷ്യത്തിന്റെ ഒക്കെ ആണെങ്കിലും ഇതിന്റെയൊക്കെ എന്താണ് ആറ്റമിക് സൈസ് ആവട്ടെ, അതുപോലെ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇതിലൊക്കെ എന്താണ് ഒരു സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് പറയുന്നത്. പിന്നെ വേറെ കാര്യം നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താ, ഇപ്പോൾ സെക്കൻഡ് പീരീഡുകൾ നോക്കുകയാണെങ്കിൽ ബാക്കി അതിലെ എലമെന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? സെക്കൻഡ് പീരീഡിലെ എലമെന്റ്സിനൊക്കെ ചെറിയ ചേഞ്ചസ് കാണപ്പെടുന്നുണ്ട്. അനോമലസ് ബിഹേവിയർ കാണിക്കുന്നത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ചിലകൾ. അതിന് റീസൺ എന്താണ്? ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഗ്രൂപ്പ് 14th ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബൺ ഫാമിലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 14 എലമെന്റ്സ് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പം കാർബൺ ഉണ്ട്, ദെൻ സിലിക്കണ്, ജെർമേനിയം, ടിന്ന്, ലെഡ്. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതില് ഇപ്പൊ ഈ കാർബൺ ഏതിലാണ്? സെക്കൻഡ് പീരീഡിലാണ്. അല്ലെങ്കിൽ ഈ കാർബൺ എന്താണ് അനോമലസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ബാക്കി നോക്കുക, ബാക്കി ആ ഗ്രൂപ്പിലെ സിലിക്കൺ ആവട്ടെ, ജെർമേനിയം, ടിന്ന്, ലെഡ്, ഇതിനൊക്കെ കോവാലൻസി നോക്കുകയാണെങ്കിൽ അത് എത്രയാണ്? 6 വരുന്നുണ്ട്. അതേസമയം കാർബൺ 3 വരുന്നുള്ളൂ, 4 വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ ഇതിന് ഇവിടെ കാർബൺ അല്ലെങ്കിൽ സെക്കൻഡ് പീരീഡ് എലമെന്റ്സിനൊക്കെ എന്താണ് ഡി ബ്ലോക്ക്
ഡി ബ്ലോക്ക് ഉണ്ടോ? ഡി ബ്ലോക്ക് അല്ല, അല്ലെങ്കിൽ ഡി സബ്ഷെല്ലുകളുടെ ആബ്സെൻസ് അവിടെ കാണപ്പെടുന്നുണ്ട് ഇല്ലേ? അവിടെ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ അവിടെ കാണപ്പെടുന്നു. പിന്നെന്താണ്? പിന്നെ ഈ പറഞ്ഞ സെക്കൻഡ് പീരീഡ് എലമെന്റ്സിനൊക്കെ പൊതുവെ എന്താണ്? അയണൈസേഷൻ എനർജി പൊതുവെ കൂടുതലാണ് അല്ലേ? അതുപോലെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയും എന്താണ്? കൂടുതലാണ്. പിന്നെ സൈസ് കുറവ്. ഓക്കെ, സൈസ് കുറവ്, അതുപോലെ അയണൈസേഷൻ എനർജി കൂടുതലാണ്, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൂടുതലാണ്, അതുപോലെ പ്രത്യേകം നോട്ട് ചെയ്യുക ഡി ഓർബിറ്റൽസിന്റെ ആബ്സെൻസും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് എന്ത് കാണിക്കുന്നത്? അനോമലസ് ബിഹേവിയർ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതില് പിന്നെ എക്സാം ചോദിക്കാറുള്ളത് ഒന്നാണ് ഓക്സൈഡ്സുകൾ. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഓക്സൈഡ്സുകൾ പറയാം. അസിഡിക് ഓക്സൈഡ്സുകൾ ഉണ്ട്, അസിഡിക് ഉണ്ട്, ബേസിക് ഉണ്ട്, ദെൻ ന്യൂട്രൽ ഓക്സൈഡ്സ് ഉണ്ട്, പിന്നെ ഏതാ? ആംഫോട്ടറിക്. ഓക്കെ, അസിഡിക്കിന്റെയും ബേസിക്കിന്റെയും കാണിക്കുന്ന ആംഫോട്ടറിക് ഓക്സൈഡുകളും ഉണ്ട്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. അസിഡിക് ഓക്സൈഡ്സിനെ മെയിൻ ആയിട്ട് കാണിക്കുന്ന ആരാണ്? നോൺ മെറ്റൽസ് ആണ് മെയിൻ ആയിട്ട് അസിഡിക് ഓക്സൈഡ്സ് കാണിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ CO2 എന്തിന് എക്സാമ്പിൾ ആണ്? അസിഡിക് ഓക്സൈഡിന് എക്സാമ്പിൾ ആണ്. അതുപോലെ Cl2O7 നമ്മുടെ അസിഡിക് ഓക്സൈഡ് ആണ്. ദെൻ SO2, ഓക്കെ, SO3, ദെൻ N2O5, N2O5, ഇതൊക്കെ എന്താണ്? അസിഡിക് ഓക്സൈഡ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ അസിഡിക് ഓക്സൈഡിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നിങ്ങളിപ്പോ CO2 എടുത്ത് നോക്കൂ. CO2 H2O ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? CO2വും H2Oയിലും വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ കറസ്പോണ്ടിങ് ആസിഡ് കിട്ടുകയാണ് ചെയ്യുക അല്ലെ? കാർബണിക് ആസിഡ് കിട്ടും. എന്ത് H2CO3 കിട്ടും, അല്ലെങ്കിൽ കാർബണിക് ആസിഡ് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതാണ് അസിഡിക് ഓക്സൈഡ്, അതിന്റെ എക്സാമ്പിൾസ്. ഇനി ബേസിക് ഓക്സൈഡ് നോക്കുകയാണെങ്കിൽ പറയോ? ബേസിക് ഓക്സൈഡ് ആണെങ്കിൽ ഇത് പൊതുവെ കാണിക്കുന്ന ആരായിരിക്കും? മെറ്റൽസ് ആയിരിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് Na2O. ഓക്കെ, Na2O, അതുപോലെ കാൽഷ്യം CaO, ദെൻ MgO, ദെൻ K2O. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, ബേസിക് ഓക്സൈഡ്സിന് എക്സാമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഈ ബേസിക് ഓക്സൈഡ് H2O ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും വരിക? പ്രൊഡക്റ്റ് ബേസ് ആണ് വരിക. നോക്കാം, ഇപ്പൊ നമ്മൾ Na2Oയും H2Oയും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ് വരിക? NaOH ആണ്. ഇതേപോലെ തന്നെ നിങ്ങളിപ്പോ K2O എടുത്ത് നോക്കൂ. K2Oയും H2Oയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് വരും? KOH വരും, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. അപ്പൊ എന്താണ്? അപ്പൊ ബേസിക് ഓക്സൈഡ്സുകൾ അത് H2O ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് ബേസസ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് ന്യൂട്രൽ. അതായത് അത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസും കിട്ടൂല, ആസിഡും കിട്ടൂല, അത് ന്യൂട്രലായി നിൽക്കും. അതിന് എക്സാമ്പിൾസ് ആണ് ന്യൂട്രൽ ഓക്സൈഡ്സിന്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്തോളൂ. കുറച്ചേ ഉള്ളൂ. ഒന്ന് CO, കാർബൺ മോണോക്സൈഡ്, ദെൻ NO, നൈട്രിക് ഓക്സൈഡ്, ദെൻ N2O, നൈട്രസ് ഓക്സൈഡ്. ഓക്കെ, അപ്പൊ ഇതില് മാറിപ്പോയത് NO2 അല്ല, N2O ആണ്. പിന്നെ നമ്മുടെ H2O. ഇതൊക്കെ എന്താണ്? ന്യൂട്രൽ ഓക്സൈഡ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ എക്സാമിന് മേ ബി നിങ്ങളോട് ഓക്സൈഡുകൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ അതിൽ ന്യൂട്രൽ ഏതാണ് കമ്പയർ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ അതിൽ നിന്ന് കിട്ടണം. അപ്പൊ ഇത്രയും ആളുകളാണ് എന്ത്? CO, NO, N2O, H2O. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾ നോക്കുക, എവിടൊക്കെ എന്താണ്? ന്യൂട്രലിൽ മിക്ക ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും എന്ത് തന്നെയാണ്? ഓക്സിജന്റെ എണ്ണം 1 ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോകില്ല. അപ്പൊ NO2 എന്നൊക്കെ തന്നാൽ നിങ്ങൾക്ക് അവിടെ മാറിപ്പോകില്ല. കാരണം എന്താ? ന്യൂട്രലിൽ ഒരു ഓക്സിജനെ വരുന്നുള്ളൂ. ഇപ്പൊ CO2വും CO തന്നാല് നമുക്കറിയാം CO2 എന്താണ്? ആസിഡിക് ആണ്. CO മാത്രമാണെങ്കിലാണ് എന്ത്? അല്ലെങ്കിൽ ഒരു ഓക്സിജൻ ആണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ന്യൂട്രൽ കിട്ടുന്നത്. അത് മാറിപ്പോരുത്. പിന്നെ ലാസ്റ്റ് ആണ് നമ്മുടെ ആംഫോട്ടറിക്. ഇവർ രണ്ട് ബിഹേവിയറും കാണിക്കുന്ന ആൾക്കാരാണ്. അസിഡിക്കും കാണിക്കും, ബേസിക്കും കാണിക്കും. ആംഫോട്ടറിക്കിന്റെ എക്സാമ്പിൾസ് ആണെന്ത്? ജസ്റ്റ് നോക്കാം. സിങ്ക് ഓക്സൈഡ് ZnO, പിന്നെ Al2O3, Al2O3, ദെൻ As2O3, പിന്നെ PbO ലെഡ് ഓക്സൈഡ്, SnO അല്ലെങ്കിൽ SnOയും SnO2 അല്ലെങ്കിൽ PbO2, ഇതൊക്കെ എന്താണ്? ആംഫോട്ടറിക്
എക്സാമ്പിൾ ആണ്. അതുപോലെ Cr2O3 ഇത് ആംഫോട്ടറിക് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും എലമെന്റ്സ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇത്രയും കോമ്പൗണ്ട്സുകൾ അല്ലെങ്കിൽ ഇത്രയും ഓക്സൈഡ്സ് എന്താണ്, ആംഫോട്ടറിക് ആണ്. സിങ്ക് ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ് Al2O3, AS2O3, PbO, SnO, SnO2, Cr2O3. ഓക്കെ, ഇതൊക്കെ ആംഫോട്ടറിക് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഈ പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ കവർ ചെയ്യാനുള്ളത്. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്താ, പീരിയോഡിക് ടേബിളിന്റെ എവല്യൂഷൻസ് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിൽ നിന്ന് ഓരോ മെയിൻ ആയിട്ട് 6 പ്രോപ്പർട്ടി, പീരിയോഡിക് പ്രോപ്പർട്ടീസ്, അതായത് അയോണിക് റേഡിയസിന്റെ ബിഹേവിയർ, ദെൻ ആറ്റമിക് റേഡിയസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ മെറ്റാലിക് ക്യാരക്ടർ, അയണൈസേഷൻ എനർജി, ഇലക്ട്രോ ഗെയിൻ എന്താൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ പറഞ്ഞതാണ് പോളിംഗ് സ്കെയില്, അതുപോലെ മുള്ളിഗൻ സ്കെയിൽ പറഞ്ഞു. പിന്നെ ആണ് നമ്മുടെ സ്ലേറ്റർ റൂള് അല്ലെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അതിൽ തന്നെ സ്ലേറ്റർ റൂള് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഡയഗണൽ റിലേഷൻഷിപ്പ്, പിന്നെ ഓക്സൈഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഓക്കെ അല്ലേ? നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോൾ തൽക്കാലം ഈ ക്ലാസ്സിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സെക്കൻഡ് പാർട്ട് ഉടനെ വരും. അതിൽ നമ്മൾ മെയിനായിട്ട് ഇതിൽ നിന്ന് ചോദിച്ച PYQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു.